കർത്താവിന്റെ ധനിമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹ വന്ദനത്തെ ഒരിക്കലും സുവിശേഷം 4-ാം അധ്യായം ഇതിന്റെ 30-ാം വാക്യത്തിൽ അതെന്റെ വിഷയമല്ല, അവിടെ പറയുന്നുണ്ട്, കർത്താവ് ഉപമ പറയുന്നുണ്ട്, കടുകുമണിയുടെ ഉപമ. കടുകുമണി ഒന്ന് വായിച്ചേ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു, ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? അത് കടുകുമണിയോട് സദൃശ്യം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത് എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്നു. എന്നിട്ട് കർത്താവ് എങ്ങോട്ടാ പോയത്? ഒരു വലിയ കാറ്റും കോളും കടലും ഒക്കെ താണ്ടിയിട്ട് ഒരു കടുകുമണിയുടെ അടുത്തോട്ട് പോയി, അല്ലേ? ആരാ? ആരാ? ഗദരദേശത്തെ ഭൂതഗ്രസ്തർ. നമ്മളൊക്കെ പോകുന്ന ഡോക്ടർമാരെയൊക്കെ അന്വേഷിച്ചു, നമ്മൾ ചർച്ചിൽ വിളിച്ചുകൊണ്ട് വരാനൊക്കെ ആഗ്രഹിക്കുന്നവരെ, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, അല്ലേ? അവരെയൊക്കെ കൂട്ടാനാണ് നമുക്ക് വലിയ താല്പര്യം. ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യലായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റാറ്റസും അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ അന്വേഷിച്ചു പോകുന്നു. കർത്താവ് ഈ കടുകുമണി അന്വേഷിച്ച പോകുന്നു. മനസ്സിലായോ? ഈ കടുകുമണി കുഴിച്ചിട്ട് അവൻ പ്രാകൃത മനുഷ്യനായിരിക്കാം, പക്ഷേ അവനങ്ങ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അവനെ മാറ്റുന്ന ഒരാത്മാവ കർത്താവിന്റെ ആത്മാവ്. നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഒരാളെ ഉള്ളെങ്കിലും അവന്റെ അടുത്ത് പോകണം. അതാണ് എന്റെ മേളിൽ വന്നിരിക്കുന്ന ദൈവാത്മാവ്. അതുകൊണ്ട് 1ആയാലോ 2ആയാലോ 3ആയാലോ എനിക്ക് പ്രശ്നമല്ല, ഞാൻ അവരുടെ അടുത്ത് പോകും, പ്രസംഗിക്കും. ആത്മാവ് നിങ്ങളുടെ കൂടെ വ്യാപരിക്കണം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ ആലോചന നിങ്ങളുമായിട്ട് അല്പസമയം പങ്കുവെച്ചിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ഇത് ആത്മാവ്, ഹല്ലേലൂയ, അത് ഡൈനമൈറ്റ് എന്ന് പറയുന്നത്. ആ ഡൈനമൈറ്റ് ഇന്ന് ഇവിടെ പൊട്ടണം. ഒരു ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് ഹല്ലേലൂയ ശക്തമായി പരിവർത്തിക്കും. ആത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഹല്ലേലൂയ, നിങ്ങളെ പൊട്ടിച്ചിട്ട് ഒരു ബോംബ് സ്ഫോടനം നടക്കുമെന്നല്ലേ പറഞ്ഞത്? ആ ബോംബ് സ്ഫോടനം ഈ ഉപവാസം കഴിയുന്നതിനകം നിങ്ങളുടെ ഹൃദയത്തിൽ പൊട്ടണം. അത് പൊട്ടിത്തെറിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ ഹല്ലേലൂയ ഇതുപോലെ കടുകുമണികളെ അന്വേഷിച്ച് പോകാനായിട്ട് 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള 5 മുതലുള്ള ഭാഗം ഇങ്ങനെ വായിക്കുന്നു. ഞങ്ങൾ മക്കെദോനിയയിലെത്തിയ ശേഷം ഞങ്ങളുടെ ജനത്തിന് ഒട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ഈ തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ മക്കളെ ആശ്വസിപ്പിക്കാനായിട്ട് ചില സന്ദർഭങ്ങളിൽ ദേവദാസന്മാർ ഇങ്ങനെ അയക്കും. ആശ്വാസമാണെന്ന് ചിലപ്പോ തോന്നുമെങ്കിലും ചില സമയത്ത് അതല്ല. മനസ്സിലായോ? ഇപ്പൊ എത്ര ദിവസമായി? 17 ദിവസം. ഈ 17ാമത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് വേറൊന്നാണ്. നിങ്ങൾ ചിലപ്പോ എന്നെ എന്ത് പറയുമെന്നൊന്നും എനിക്കറിയാറില്ല. 17ാമത്തെ ദിവസം മാനസാന്തരത്തെ കുറിച്ച് ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ട് പോകാനാണ് എന്നെ കർത്താവ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്, വിഷമിക്കരുത്. വിഷമിക്കാതിരിക്കാനുള്ള ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ അവിടെ കാണുന്നത്. എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ, ഞങ്ങൾ മക്കെദോനിയയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. പിന്നെ 7ാമത്തെ വാക്യം, അവന്റെ വരവിനാൽ മാത്രമല്ല നിങ്ങളുടെ വാഞ്ചയും വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു. ഞാൻ ലേഖനത്താൽ നിങ്ങൾ ദുഃഖിപ്പിച്ചു എന്ന് ഈ ആശ്വാസമെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയുക, ഞാൻ നിങ്ങളെ ലേഖനത്താൽ ദുഃഖിപ്പിച്ചു. ആ ലേഖനം 1-2 കാണാനില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. ലോസ്റ്റ് എപ്പിസോഡ്സ് എന്നാണ് അതിനെ പറയുന്നത്. അതുകൂടെ കിട്ടിയിരുന്നേ നമ്മൾ ആകെപ്പാട് അടിപൊളി പോയത്. അതുപോലുള്ള നല്ല ഹാർഷ് ലാംഗ്വേജ് ലോസ്റ്റ് ലെറ്റേഴ്സ് അതിനകത്ത് എഴുതിയിരിക്കും, ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു.
എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുതപിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. സന്തോഷത്തിന്റെ കാരണം പിന്നെ പുറകാലെ നമുക്ക് നോക്കാം. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ. മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വേണം ദൈവഹിത പ്രകാരമല്ലോ ദുഃഖിച്ചത്. പ്രൈസലോ. ദൈവഹിത പ്രകാരം ദുഃഖിക്കണം, ദൈവത്തിന്റെ ഇച്ഛയനുസരിച്ച്. അതിനെയാണ് എന്ത് പറയുന്നത്, കർത്താവിന്റെ ആത്മാവ് വ്യാപരിച്ചു എന്നൊക്കെ പറയത്തില്ല. ആ ആത്മാവ് വ്യാപരിക്കുമ്പോ ദൈവഹിത പ്രകാരം ഒരു ദുഃഖം ഉണ്ടാവും. അതിനെ റിബല്യസ് ആയിട്ട് കണ്ടാൽ നീ പോക്കാം. അവിടെ വെച്ച് നിന്റെ എല്ലാ ആത്മീയവും പോകും. നീ പിന്നെ യൂതയുടെ കണക്ക് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അച്ഛനകത്തായാലും നീ ഇടപെടുന്ന മനുഷ്യരുടെ അടുത്തായാലും എല്ലാം ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കും. ദൈവഹിതപ്രകാരം ഒരു ദുഃഖം കടന്നു വന്നാൽ അതിനകത്ത് അനുതപിക്കാൻ, മാനസാന്തരപ്പെടാനുള്ള ഒരു ആവേശം. അതാണ് ഇവിടെ പറയുന്നത്. ദൈവഹിത പ്രകാരമുള്ള 10ാമത്തെ വാക്യം. അവിടെ മുതലാണ് നമ്മൾ ചിന്തിക്കാം. ദുഃഖം അനുതാപം വരുത്താത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഇച്ചിരൂടെ രസകരമായിട്ട് കുറെ കൂടെ മനസ്സിലാകുന്ന ഭാഷയില് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അത് എന്തുവാണെന്ന് ചോദിച്ചാൽ For the sorrow that is according to the will of God produces here repentance without regret. NIV എന്ന് വായിച്ചേ. For godly sorrow work repentance to salvation not to be repent. NIV 1984 NIV ആണ് ഉപയോഗിക്കുന്നത്. അതിനകത്തിലുണ്ട് leaves no regret. എന്തുവാ റിഗ്രറ്റ് ശേഷിപ്പിക്കാതെ, ഒരു അനുതാപം ശേഷിപ്പിക്കാൻ, റിഗ്രറ്റ് ശേഷിപ്പിക്കാൻ എഴുതിയിരിക്കുന്നത്. 10ാമത്തെ വാക്യമാണ് വായിച്ചത്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ. നമുക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ഉണ്ട്. ആ വചനം മലയാളം എഴുതിയിരിക്കുന്നത് അനുതാപം വരാത്ത മാനസാന്തരം. അതെന്താ സാധനം? റിഗ്രറ്റ് ശേഷിപ്പിക്കാതെ, കുറ്റബോധം ശേഷിപ്പിക്കാത്ത ഒരു അനുതാപത്തിലേക്ക് നിന്നെ ലീഡ് ചെയ്യും. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, ആ ദുഃഖം വരണം. ആ ദുഃഖം വന്നാൽ അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ഒട്ടും റിഗ്രറ്റ് ശേഷിപ്പിക്കാം. ആ റിഗ്രറ്റ് ശേഷിക്കാനുണ്ടോ നമ്മളൊക്കെ ഇന്ന് ജീവനോട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ദുഃഖമാണെങ്കിൽ താഴെ പറയുന്നു, ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. മരണത്തെ ഉളവാക്കുന്ന ദുഃഖമാണ് ലോകത്തിന്റെ ദുഃഖം. മത്തായി സുവിശേഷം 3:2 ഇങ്ങനെ പറയുന്നു, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. ആ മാനസാന്തരം എന്ന് പറഞ്ഞാൽ നീ ഇനി റിഗ്രറ്റിൽ കിടക്കണ്ട. നീ എന്ത് ചെയ്യണം? ആ റിഗ്രറ്റ് അവിടെ ശേഷിപ്പിച്ചിട്ട് അത് ഇല്ല, ഇനി മാനസാന്തരത്തിലേക്ക് നീ നീങ്ങിക്കോണം. നീ അവിടെ തുടർന്നാൽ എന്താണ് ബലം? ലോകത്തിന്റെ മരണം നിന്നെ പിടിക്കും. അങ്ങനെ മാനസാന്തരപ്പെട്ടവരാണ് പ്രൈസലോ, ജീവനിലേക്ക് കടന്നവരാണ് പ്രൈസലോ. എന്നിട്ട് എഴുതിയിരിക്കെ മത്തായി സുവിശേഷം 4:17 ഇങ്ങനെ പറയാം, അന്ന് മുതൽ യേശു സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി പ്രൈസലോ. എന്നിട്ട് എഴുതിയിരിക്കുക പത്രോസ് പറയുന്ന ഭാഗം, പ്രവർത്തികൾ 2:38 ഇങ്ങനെ പറയാം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കും എന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇനി മുതൽ റിഗ്രറ്റിൽ കടക്കരുതാരും, ദുഃഖം അവശേഷിക്കരുത്. ഈ എന്തെങ്കിലുമൊക്കെ പഴയ കുറ്റങ്ങളോ കുറ്റബോധങ്ങളോ ഒക്കെ ആയിട്ട് മനസ്സിനകത്തിൽ നീറി കിടക്കുന്ന ശേഷിപ്പുകളുണ്ടെങ്കിൽ ഹല്ലേലൂയ, കർത്താവിനെ വിടുവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് നീ പ്രാപിക്കണം. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ക്രിസ്ത്യ ജീവിതം നേരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറയുന്നിരിക്കുന്നത്. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കും. ലോകത്തിന്റെ ദുഃഖം എന്ത് ചെയ്യും? മരണത്തെ ഉളവാക്കും. യൂദയുടെ ഉദാഹരണം നമുക്കറിയാം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അതിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നും അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ചു.
അവന് അനുതാപം ഉണ്ടായില്ലേ? അനുതാപം ഉണ്ടാകുന്ന ഒരു ആർക്കും ഉണ്ടാകും. ലോകത്തിലെ മനുഷ്യരെല്ലാം സ്വന്തം ഇങ്ങനെയുള്ള ഈ ഒരു ഇമോഷനിലൂടെ കടന്നു പോകും. നമ്മള് വർക്ക് പ്ലേസിൽ ജോലി സ്ഥലത്തെ എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റോ ചെയ്താൽ അവരെന്തോ ആവശ്യപ്പെടും, നീ ഒന്ന് റിഗ്രറ്റ് എഴുതി കൊടുത്താൽ മതി, ഒന്ന് റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ മതി. ആ റിഗ്രറ്റ് കൊണ്ട് ആർക്കാ ഗുണം? വർക്ക് പ്ലേസിലെ ബോസിനായിരിക്കും ഗുണം, നമുക്കല്ല. നമ്മൾ അതുകൊണ്ട് പോകും, അയ്യോ എന്നാൽ എന്നെ വിളിച്ച് അത്രയും മനുഷ്യരുടെ മുമ്പിൽ ആക്ഷേപിച്ചു, അതല്ലേ നമുക്ക് തോന്നുന്നു. ലോകത്തിന്റെ ദുഃഖം നമ്മളെ മരണത്തിലേക്ക് നയിക്കത്തുള്ളൂ. അവൻ ഒരിക്കലും ഒരുത്തനും നിന്റെ പുറകെ വരത്തില്ല, അയ്യോ ഓടറ കുഴപ്പമില്ല പറ്റിപ്പോയി, ഇത് പറയാൻ ആരെങ്കിലും വരും? ഈ ലോകത്ത് കാണാത്ത ഒരു പ്രത്യേകതയെ കർത്താവിന്റെ പ്രത്യേകത. കർത്താവ് നിന്റെ പുറകെ നീ കൊലക്കുറ്റം ചെയ്താൽ നിന്റെ പുറകെ വന്നിട്ട് കർത്താവ് ആശ്വസിക്കും. നിന്റെ പാപം കടും ചുവപ്പായിരുന്നു, പലത്തുമ പോലെ ഞാൻ വെളുപ്പിച്ചു, കാളറ്റായിരുന്നാൽ അത് ഞാൻ വൂള് പോലെ വെളുപ്പിക്കാം എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് റിനി ജോർജ്, നമുക്കറിയാല്ലേ, ഒരു മലയാളിയായി റിനി ജോർജിന്റെ അരിക്കമ്പല്ലെ റിനി ജോർജിന് ഈ പാപക്ഷമം ചെയ്ത് കിട്ടിയത് കർത്താവിന്റെ അടുത്ത് പോയി, കർത്താവെ എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം. കർത്താവ് പറയിച്ചതുകൊണ്ടാണ്. വേറെ ഈ ലോകത്തിലെ ഒറ്റ മത നേതാക്കളോ മതമോ ഈ ഒരു കാരുണ്യം നിനക്ക് തരത്തില്ല, കാണിക്കത്തില്ല. പക്ഷേ കർത്താവിന്റെ ആത്മാവ് നിന്നെ മരണത്തിന് വിടാതെ ജീവനിലേക്ക് നയിക്കാനായിട്ട് ഉള്ളിലേക്ക് തരുമ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് തൂങ്ങിച്ചാവാതെ അല്ലെങ്കിൽ എത്ര വട്ടം നമ്മൾ മരണത്തിൽ ഇടപെട്ടത് അല്ലേ? ഇവിടെ ആണെങ്കിൽ ഈ ട്രെയിൻ സ്റ്റേഷൻ ഇവിടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യമാണ് നമ്മള് ട്രെയിൻ കാത്ത് ഒത്തിരി വെയിറ്റ് ചെയ്യുന്നു. ചില സമയത്തൊക്കെ ആൾക്കാർ ട്യൂബിനടി പോവാ അല്ലേ? ഒത്തിരി പ്രാവശ്യം. നിങ്ങളിപ്പോ അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഈ അണ്ടർഗ്രൗണ്ട് ആൾക്കാർ മരിക്കുകയും പ്രൈസലോ അവനെ മരണത്തിലേക്ക് നിന്ന് തള്ളിവിടുകയും എന്ന കർത്താവിന്റെ ആത്മാ എത്രയോ വലിയ താങ്ങാനൊക്കെ ലോകത്തിന് പറ്റാത്ത, ലോകത്തിന് താങ്ങാൻ പറ്റാത്ത ഒത്തിരി പ്രയാസങ്ങൾ നിങ്ങൾ തരണം ചെയ്തു. അത് എവിടുന്ന് കിട്ടിയ കൃപ? ദൈവം തന്നു. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ബ്രൂഡ് ഓവർ ചെയ്തപ്പോ അതിനെ തരണം ചെയ്യാൻ എന്തെന്നില്ലാത്ത ഒരു ശക്തി നിന്നിൽ പകർന്നു. അങ്ങനെയാണ് ലോകത്തിന്റെ മരണം നിന്നിൽ നിന്ന് ഒഴിവായത്. ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്, കൊച്ചുങ്ങളെ പിള്ളേരെയൊക്കെ കളിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോ 15-ാമത്തെ വയസ്സിൽ തന്നെ ഈ ലോകത്ത് നിന്ന് പോകേണ്ടിയതാണ് അല്ലെ? ചിലപ്പോ 20-ാമത്തെ വയസ്സിൽ തന്നെ പോകേണ്ടിയതാണ്. ഇപ്പൊ കൊച്ചുങ്ങളും പിള്ളേരും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കാൻ, സമാധാനത്തിന്റെ ഉള്ളിലേക്ക് വരാൻ, അങ്ങേ അച്ഛൻ പറ്റി എത്രയോ ദൈവമക്കള് നമ്മളെയൊക്കെ പരിസരത്തുണ്ട്. അവരൊക്കെ ജീവിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് അവരെ മരണത്തിന് വിടാതെ ജീവനിലേക്ക് നയിച്ചുകൊണ്ട് ഈ നമ്മളുടെ മാനസാന്തരത്തിന് തടസ്സമാണ്. മാനസാന്തരം എന്തോ ചെയ്യും? ജീവനിലേക്ക് നടത്തുന്നു അല്ലെ? ലോകത്തിന്റെ ദുഃഖമോ അത് മരണത്തെ ഉളവാക്കുന്നു. പലപ്പോഴും എന്തിനാ പൗലോസ് ഈ കൊരിന്ത്യ സഭയോട് ഈ മാനസാന്തരത്തിന്റെ കാര്യം? അവര് വിശ്വാസികളല്ലേ? മാനസാന്തരം ആദ്യം വേണം. നമ്മളുടെയൊക്കെ പറച്ചിലെന്ന് പറഞ്ഞാൽ നമ്മള് ഈ ആരോ എന്നോട് പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ പെന്തക്കോസിന്റെ പായല ജനിച്ചത്, ഞാൻ പെന്തക്കോസിന്റെ പായല ജനിച്ചത്, അതുകൊണ്ട് എനിക്കെന്തുവാ, ഞാൻ പണ്ട് പുരാതന കാലം പോലെ ഞാൻ പെന്തക്കോസുകാരല്ല, പിന്നെ ഞാൻ എന്തിനാ മാനസാന്തരപ്പെടുന്നത്? എനിക്ക് ഓൾറെഡി മാനസാന്തരമായി. ഇനി നീ എന്നെ ഉപദേശിക്കുക, വേറെ വല്ലവരും പോവും, അടുത്ത് പോവും, ഗർഭദേശത്തെ ഭൂതഗ്രസ്തനോ അങ്ങനെയുള്ളവന്റെ അടുത്തൊക്കെ പോയി പ്രസംഗിക്കും. ഇതൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഞാൻ വലിയ പുള്ളിയാ, പണ്ട് തൊട്ടേ ഞാൻ വലിയ പുള്ളിയാ, ഞാൻ ഹല്ലേലൂയ എന്താ പറയുന്ന എന്റെ ജീവിതം മൊത്തം പാസ്റ്ററുടെ കൂടായിരുന്നു, അല്ലെ പാസ്റ്ററിനോടൊപ്പമായിരുന്നു, പാസ്റ്ററിന്റെ കൈക്കാരനായിട്ട് നിന്നു. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. എനിക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമില്ല. ഇവിടെ പറയുകയാണ് ആ ദുഃഖത്തിൽ കർത്താവിന്റെ മാനസാന്തരത്തിന് തടസ്സമായിരിക്കുന്ന ചില സ്റ്റംബ്ലിംഗ് ബ്ലോക്സ്, റോഡ് ബ്ലോക്സ്, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മള് വായിക്കാം യെരമ്യാവ് 5:3. അവിടെ ആ ഭാഗം ഒന്ന് വായിച്ചു.
5:3. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചു എങ്കിലും അവർ വേദനപ്പെട്ടിട്ടില്ല. ആരെയാ ഈ അടിക്കുന്നത്? ആരെയാ അടിക്കുന്നത്? ഇസ്രായേൽ ജനം യാഗം കഴിച്ച് കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. നിങ്ങള് എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ ഓരോരുത്തർ നമ്മളെ കുറിച്ച് പറയുന്ന ഒരു ആലോചനയായിട്ട്. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തയല്ലോ നോക്കുന്നത്? നീ അവരെ അടിച്ചെങ്കിലും അവർ വേദനപ്പെട്ടില്ല. നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിൽ അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ചില പുള്ളികളുടെ ഒരു ചിന്തയായത് വിശ്വാസികളായിട്ടുള്ളവരുടെ കല്ലായിട്ടങ്ങ് മാറും. വെറുതെ കൊട്ടി ഇണക്കിയാന്ന് പറഞ്ഞ പോലെ. പണ്ട് ഞങ്ങള് വിശ്വാസത്തിലായി കഴിഞ്ഞിട്ട് എന്റെ തലയിൽ ഏത് ഉദ്ദേശിച്ച് കൈവച്ചാലും നീ സുവിശേഷ വേല, സുവിശേഷ വേല ഇത് കേൾക്കാനേ എനിക്ക് നേരമുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങോട്ട് കലിപ്പായി. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പം പഠിച്ച് വലിയ നിലയിൽ നല്ല ജോലിക്കാരനാവണമെന്നൊക്കെയുള്ള ചിന്ത. അപ്പോഴത്തേക്കിന് പിന്നെ കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെവിക്കകത്ത് വിരലിട്ടുകൊണ്ട് സ്വത്രം പറഞ്ഞിട്ടുണ്ട്. കേൾക്കാൻ മനസ്സില്ല. മനസ്സിലായോ? ഒരുമാതിരി ബ്ലാ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കേൾക്കൂ? നമുക്കൊന്നും കേൾക്കത്തില്ല. അങ്ങനെ കേൾക്കാൻ മനസ്സില്ലാത്ത കുരുട്ട് ഹൃദയം, അങ്ങനെയുള്ളവരെ നിങ്ങൾ ഇഷ്ടം പോലെ കാണും. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ചാർച്ചക്കാർ, നിങ്ങളുടെ ബന്ധുക്കൾ, അവരുടെ അടുത്തൊക്കെ സുവിശേഷം പറഞ്ഞ വല്ല ഗതിയുണ്ടോ? ഒന്നും കേൾക്കത്ത പോലും ഇല്ല. കാര്യം കല്ലിന്റെ കൂട്ടി. പല ബന്ധുക്കൂസാരെ നോക്കില്ല. നീ മാനസാന്തരപ്പെടും, നീ പോകണ ശരിയല്ല പറഞ്ഞ എവിടെ ഏക്കുന്നതേ ഇല്ല. അല്ലെങ്കിൽ കാരിരുമ്പ് പോലുള്ള ഹൃദയം. ആ ഹൃദയം പ്രാപിച്ച ഇസ്രായേൽ ജനത്തോട് ഹാലലിയ പരിശുദ്ധാത്മാവ് പറയുക, ബോധം കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഹാലലിയ നമ്മള് ഒരു 10 കൂട്ടം റോഡ് ബ്ലോക്സ് ഞാൻ പറയാൻ പോവാം. അതിനകത്ത് ചിലപ്പോൾ 1 or 2 ഒക്കെ പറയാൻ ചിലപ്പോൾ സമയം കിട്ടത്തുള്ളായിരിക്കും. എങ്കിലും കുഴപ്പമില്ല, പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പറയാം. We think we have nothing for which to repent. എന്തിനാണ് ഞാൻ റെപ്പന്റ് ചെയ്യേണ്ടി? ഞാൻ പറഞ്ഞ പോലെ പെന്തക്കോസ്തിന്റെ പായല് ജനിച്ച പിന്നെ റെപ്പന്റൻസിന്റെ ഒക്കെ ആവശ്യമുണ്ട്. എനിക്ക് റെപ്പന്റൻസ് കിട്ടി, എനിക്ക് മാനസാന്തരമുണ്ട്, പിന്നെ ഞാൻ എന്തിനാ മാനസാന്തരപ്പെടുന്നത്? മനസ്സിലായോ? ഹല്ലേലൂയ. റെവലേഷൻ 3:17 ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ധനവാൻ സമ്പന്നനായി എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ. ആരായിരുന്നു നീ? നീ സമ്പന്നൻ. ഏതിന്റെ സമ്പന്നൻ? ഇവിടുത്തെ പിന്നെ ജഗ്വാർ കാറുണ്ടെന്നല്ല പറഞ്ഞേ. അല്ലെങ്കിൽ വലിയ ഭൂവുടമയാണ് നീ, വലിയ എസ്റ്റേറ്റിന്റെ ഉടമയാണ്, അങ്ങനത്തെ സമ്പന്നരുടെ കാര്യമല്ല അവിടെ പറയുന്നത്. ആത്മീയമായിട്ട് നീ വലിയ സമ്പന്നനാണെന്ന് ചിന്തിച്ചു. നീ സമ്പന്നൻ, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും. നിനക്ക് ഇതെല്ലാം ഉണ്ടെന്ന് നീ പറയുകയും, ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ പെന്തക്കോസ്തുകാരനാണ്, ഞാൻ എല്ലാ ദിവസവും ആരാധിക്കും, ഞാൻ എല്ലാ ദിവസവും പിന്നെ കർത്താവിന്റെ ദാസനെ വിളിച്ച് ക്ഷേമമൊക്കെ അന്വേഷിക്കും, അദ്ദേഹം എന്നെ ക്ഷേമമൊക്കെ അന്വേഷിക്കും, ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിന്നെ വിളിക്കുന്നത്, ആത്മാവ് വിളിക്കുന്നത് എന്തുവാ? മാനസാന്തരമില്ലായകയാൽ നീ അരിഷ്ടനാണ്, നീ ദരിദ്രനാണ്, നീ നിർഭാഗ്യവാനാണ് എന്നൊക്കെയാണ് ആത്മാവ് സഭയോടെ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാൻ അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കുക. നീ സമ്പന്നനാകുന്നത് ആകേണ്ടത്. നീ എന്തിന് സമ്പന്നനാകേണ്ടത്? എന്തോ ചെയ്യണം? ആ തീയിലൂതി കഴിക്കണം. നീ ആത്മാവിൽ സമ്പത്തുള്ളവനായി തീരേണ്ടതിന് നിന്റെ കൂടുതൽ ചിന്താഗതിയെല്ലാം വലിച്ചടക്കി കളഞ്ഞിട്ട്, നിന്റെ ആ മുഖം മൂടിയൊക്കെ വലിച്ചൂരി കളഞ്ഞിട്ട് അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ തീയിൽ ഊതിക്കഴിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അതിനെയാണ് അവർ പറയുന്നത്, നീ സമ്പന്നനാകേണ്ടത് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയൊടുക്കും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും, എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി. ആരോടാ പറയുന്നു? വേറെ ഈ പറയുന്ന പിന്നെ ഭൂതഗ്രസ്തന്മാരുടെ അടുത്തൊന്നുമല്ല.
നമ്മള് സഭയോടെ പറയും നമുക്കൊരു മനസ്സാന്തരം വേണം. എപ്പോഴും ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ എനിക്കെന്തിനാ മാനസാന്തരത്തിന്റെ കുഴപ്പം? ഞാൻ എന്റെ എന്തോ ടോക്കില് എന്തോ ഒരു പ്രശ്നം എനിക്ക് ഇച്ചിരി അഹങ്കാര വർത്തമാനം പോലെ വന്നു. ഇപ്പൊ സൂചൻ പറഞ്ഞു അദ്ദേഹത്തിന് ഇച്ചിരി അഹങ്കാരം ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഫീഡ്ബാക്ക് തരാൻ ഞാൻ എപ്പോഴും അവളോട് പറയാറുണ്ട്. കാര്യം ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും തിരുത്തിയില്ലെങ്കിൽ ഞാൻ തെറ്റിപ്പോകും അല്ലേ സ്വത്രം. അപ്പൊ ഞാൻ ഓർത്തു കർത്താവിന്റെ തന്നെ വന്നിരുന്നു കരയാൻ തുടങ്ങി. കർത്താവെ എന്നിലുള്ള കുഴപ്പം ആ കുറവ് എന്നോട് പുറക്കണം. ഓരോ നിമിഷവും നീ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് 17 ദിവസത്തെ ഉപവാസമായി. എനിക്ക് എവിടെയാണ് മാനസാന്തരത്തിന്റെ ആവശ്യം? ഹല്ലേലൂയ. നിന്റെ നിത്യജീവിതത്തിൽ ഓരോ നിമിഷവും ഈ ഭൂമിയിൽ നീ തരണം ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ ഒരു പ്രത്യേകമായ ദൈവകൃപ നിന്റെ മേലിൽ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ഞാനൊരു 3-4 ദിവസമായിട്ട് ഉപവാസം വെക്കില്ല. ഈ ഉപവാസത്തിന്റെ ഇടയിൽ സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് മനസ്സാന്തരം വേണ്ടേ? വേണം. ഹല്ലേലൂയ. എവിടെയോ ഞാൻ തെറ്റി. എവിടെയോ ഞാൻ തെറ്റി. വർത്തമാനം പറയുന്നു സ്വന്തം സൂക്ഷിച്ചോണം, വളരെയധികം സൂക്ഷിച്ചോണം. അല്ലെങ്കിൽ കൃപ കിട്ടണം വേണ്ടി നമ്മൾ 10, 20, 21, 40 ദിവസം ഉപവസിക്കുന്നത്. ഇതിന്റെ ഇടയിൽ തന്നെ ശത്രു നമ്മളെ വലിച്ചുകൊണ്ട് പോകും. നമ്മൾ പോലും അറിയത്തില്ല. പ്രൈസല്ലോ. അല്ലെങ്കിൽ അവൻ നമ്മളെ വലിച്ചെടുത്തോണ്ട് പോകും. ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് അതാണ്. ഞാൻ പറഞ്ഞില്ലേ പിന്നെ പരിപ്പ് കറി അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പരിപ്പ് കറി വെച്ചിട്ട് പോലും എനിക്ക് ആവേശം ആഹാരം കഴിക്കുകയായിരുന്നു. മനസ്സിലായോ? നമ്മൾ പോലും അറിയത്തില്ല. നമ്മളങ്ങനെ ടെംപ്റ്റ് ആയിക്കൊണ്ടിരിക്കും. വർത്തമാനം പറയുമ്പോൾ ആകാത്ത വർത്തമാനം അല്ലെങ്കിൽ നാവ് ഇങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാം ഉപേക്ഷിക്കണം. ഓരോ നിമിഷവും നീ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഓരോ നിമിഷവും നീ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് അല്ലെങ്കിൽ പൗലോസ് പറയുന്നത് ഞാൻ എവരി ഡേ ഞാൻ എന്നെ തന്നെ കൊന്നോണ്ടിരിക്കുക. കർത്താവിന്റെ ദാസനത് വേണമായിരുന്നെങ്കിൽ നമുക്കൊക്കെ എത്രയധികം വേണം. 17 ദിവസം ഉപവസിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറയും ഞാൻ എല്ലാ ദിവസവും എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഹല്ലേലൂയ. അടിമയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്ലേവ് അല്ലേ? സർവന്റ് അല്ല, സ്ലേവ്. എന്നെ തന്നെ ഞാൻ അടിമയാക്കുക. മനസ്സിന് ഒരു നിയന്ത്രണമില്ല. നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ കർത്താവിൽ ആശ്രയിച്ച് അതിനെ വരുതിക്ക് കൊണ്ടുവരണം. കർത്താവിന്റെ ആത്മാവ് എന്നൊക്കെ പറയത്തില്ലേ, ആ ആത്മാവ് പ്രാപിക്കണം. അത് ഇച്ചിരി ഭയങ്കര കഷ്ടം പിടിച്ചത്. നമ്മുടെ അഹങ്കാരം, നമ്മൾക്ക് മറ്റുള്ളവരെ കൊണ്ടുള്ള ആ ഇടപെടിയില് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മനസ്സിലാക്കണം. ആത്മാവിൽ ആശ്രയിച്ച് കർത്താവ് നമ്മളെ വെളിപ്പെടുത്തി തരും. അങ്ങനെ നമ്മളിങ്ങനെ കട്ടയിൽ ചെയ്ത് ഓരോന്ന് എവ്രി ഡേ ഇത് തന്നെ പൗലോസിന് പണി. ഞാനത് സ്ട്രഗിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ സ്ട്രഗിൾ വല്ല എന്തെങ്കിലും ഉണ്ടാകും? കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടാകും ഈ സ്ട്രഗിൾ. കഴിഞ്ഞ മാസത്തിൽ എന്തെങ്കിലും ഉണ്ടാകും. കഴിഞ്ഞ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനൊരു സ്ട്രഗിൾ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ അതിനെ തുറന്നു വിട്ടേക്കുക. ആത്മാവ് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചിന്തിക്കുന്ന എല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ റോഡ് ബ്ലോക്ക്. എന്തുവാ റോഡ് ബ്ലോക്ക്? എനിക്കൊന്നുമില്ല, മാനസാന്തരപ്പെടാൻ എനിക്കൊന്നുമില്ല, എന്റെ ജീവിതത്തിലൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ള നമ്മളുടെ തോന്നൽ നമ്മളിങ്ങനെ നയിക്കുക. ജീവിതത്തിലെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കളുമായിട്ട് തമ്മിലുള്ള ഇടപെടിയിലായാലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇടപെടിയിലായാലും ഒരുപാട് നമുക്ക് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, മാനസാന്തരം അനുഭവിക്കേണ്ട, മാനസാന്തരത്തിലേക്ക് വരേണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. ഓരോ നിമിഷം അതിനെ ജയിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. എന്നിട്ട് 1 യോഹന്നാൻ 1:8-9 ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് പാപമില്ല എന്ന് എന്തോ നമ്മുടെ പാപമില്ലെന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ല. ഇതാരാ പറയുന്നു? യോഹന്നാൻ. വിശ്വാസികളുടെ അടുത്തൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത് അല്ലേ? അവരുടെ കൂട്ടത്തിലുള്ളവരോടൊക്കെ തന്നെ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം കർത്താവ് പറയുന്നതാണോ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ അതിന്റെ മേളിലോട്ട് കയറ്റിന്ന് വായിച്ചു. അവരോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് സംസാരിക്കുന്നു, സത്യം പ്രവർത്തിക്കുന്നുമില്ല.
അവൻ വെളിച്ചത്തിൽ ഇരിക്കും പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. Praise the Lord. Hallelujah. ആ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. Hallelujah. ഇതെല്ലാം പറയുന്നത് ഈ നല്ലവരായ ആൾക്കാരോട് തന്നെ, അല്ലാതെ പാപികളായ ആൾക്കാരോടൊന്നുമല്ല. ഇവരോട് പറയുക നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയ പരീക്ഷന്മാരും വലിയ ശാസ്ത്രിമാരും ഒക്കെ വരുമ്പം അവര് വിചാരിക്കുന്ന എന്തോ അവരെ പോലെ ശുദ്ധരും നിഷ്കളങ്കരും നീതിമാന്മാരും വേറെ ലോകത്താരില്ലെന്നാ. അങ്ങനെയുള്ളവരോട് പറയുകയെ ദൈവത്തിന്റെ ആത്മാവ്. നമ്മൾ ആദ്യത്തെ റോഡ് ബ്ലോക്ക് എന്തോ ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് പാപമൊന്നുമില്ല, നമുക്ക് റിപ്പന്റൻസിന് ആവശ്യമായ എന്ന് പറഞ്ഞാൽ അതിന് റിക്വയർ ആയിട്ടുള്ള ഒരു പാപപ്രവൃത്തി എന്റെ ജീവിതത്തിലില്ലെന്ന് എന്നെ എനിക്ക് തന്നെ തോന്നുക. അതാണ് റോഡ് ബ്ലോക്ക്. പെന്തക്കോസ്തുകാരെല്ലാം എടുത്താൽ അങ്ങനെ ഒക്കെ തോന്നും. എനിക്കും അങ്ങനെ ഞാൻ മാനസാന്തരപ്പെടാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒന്നും തോന്നുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. അയ്യോ, നമ്മളെ എന്തെന്നാ വിളിക്കുന്നേ? കള്ളൻ. കള്ളൻ. ദൈവാത്മാവ്. ഇത് ഞാൻ നിങ്ങളെ വന്നിട്ട് 17ാമത്തെ ദിവസം കള്ളനെ വിളിച്ചിട്ട് പോയെന്നൊന്നും പറയുന്നത്. ദൈവവചനം ഞാൻ വായിച്ചതേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മിൽ സത്യം നമ്മിലില്ലാതെ പോയി. ഹല്ലേലൂയ. എങ്ങനെങ്കിലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് കർത്താവിനോട് അടുക്കാം. അല്പം കൂടെ അടുക്കാം. ഒരല്പം, ഒരു എക്സ്ട്രാ മൈലും കൂടെ കർത്താവിനോട് അടുത്ത് ചെല്ലാൻ ശ്രമിക്കുന്ന ഒരു വചനമായിട്ട് കൂട്ടിയാൽ മതി. എക്സ്ട്രാ മൈലും. ഇപ്പൊ നമ്മള് അങ്ങ് അടുത്ത് അങ്ങേ അറ്റമായിരിക്കാം, പക്ഷെ കുറെ കൂടെ കർത്താവിനോട് അടുക്കണം. അതിനുവേണ്ടി പറയുന്ന ഒരു വചനമായിട്ട് കരുതിയാൽ മതി. ഹല്ലേലൂയ. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകലാനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആ നീതി കിട്ടും. ഹല്ലേലൂയ. എന്ത് ചെയ്താൽ മതി? പാപം ഏറ്റു പറഞ്ഞാൽ മതി. ഭാര്യയ്ക്ക് ഭർത്താവിനോടോ, ഭർത്താവിന് ഭാര്യയോടോ, കുഞ്ഞുങ്ങളോടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഹല്ലേലൂയ അനീതിയായിട്ട് ജീവിതത്തിൽ ശേഷിപ്പുണ്ട് ഒന്ന് ഏറ്റു പറഞ്ഞാൽ ഹല്ലേലൂയ വിടുതല. അല്ലാതെ എത്ര ഉപസിച്ചാൽ 17 199 ദിവസം ഉപസിച്ചാൽ 365 ദിവസം ഉപസിച്ചാൽ ഒരു പ്രയോജനവും തരത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയല്ല. നീ കർത്താവിന്റെ സന്നിധി തമ്മിൽ പാപങ്ങൾ ഏറ്റു പറയാന്ന് പറയുന്ന ഭാഗമില്ലേ? അതെവിടെയാ? അതോ കൊലവിഷയം എവിടെ? ഏതോ ഒരു ഭാഗത്ത് പണ്ട് തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിനക്ക് സൗഖ്യം വരുമെന്ന് ഏത് തീരാരോഗവും മാറി. അപ്പൊ പാപം ഉണ്ട്. പാപം ഇല്ലാതെ പറയുന്നവൻ കള്ളനാ. സത്യം അവനിൽ ഇല്ലാതെ പോയി എന്നാ എഴുതിയിരിക്കുന്നു. സത്യമില്ലാതെ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ. വലിയ കഷ്ടം പിടിച്ച ഒരു വാക്യമാണ്. അല്ലെങ്കിൽ നമുക്ക് കർത്താവിന് അങ്ങനെയൊക്കെ പറയാം. കർത്താവിനാകാം. എനിക്ക് എങ്ങനെ ആകാൻ പറ്റും അല്ലേ? സൽഗുണപൂർണ്ണൻ. വേറെ പണിയുണ്ട്. ഞാനിപ്പം ദൈവത്തെ അറിയാനായിട്ട് ശ്രമിച്ചു, ദൈവത്തെ അറിഞ്ഞു, മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇതൊക്കെ വലിയ പ്രവൃത്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവിന്റെ സന്നിധി ഇടുന്നു, എല്ലാ ആഴ്ചയിലും ആരാധിക്കുന്നു, ദേഹാഴ്ച ഇടുന്നു, സ്തോത്രാഴ്ച ഇടുന്നു. ഹല്ലേലൂയ. ഇതിനകത്തിലൊക്കെ നമ്മൾ സൽഗുണപൂർണ്ണരാണ് നമ്മളെന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഒന്നുമില്ല എന്നുള്ള തോന്നൽ എന്തൊക്കെയോ ശേഷിക്കുന്നത്. ഹല്ലേലൂയ. 17ാമത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും റോഡ് ബ്ലോക്ക് നിലനിൽക്കുന്നത്, ഇങ്ങനെയുള്ള റോഡ് ബ്ലോക്ക് മാനസാന്തരത്തിന് വിഘാതമാണ് എന്തെങ്കിലും ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താ ഇല്ലാത്തത്? ഭാര്യയെ ബഹുമാനിക്കാത്ത ഭർത്താവ്, ഭർത്താവിനെ ബഹുമാനിക്കാത്ത ഭാര്യ, ഇതൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു റോഡ് ബ്ലോക്ക്. അതിന്റെ മാനസാന്തരം നിനക്ക് മുമ്പോട്ടുള്ള പോക്കിന് തടസ്സമാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ റോഡ് ബ്ലോക്ക് ഇതാ. We believe we can repent anytime we want. നമുക്ക് ഇഷ്ടമുള്ളപ്പം നമുക്ക് മാനസാന്തരപ്പെടാനുള്ള ചിന്ത അല്ലേ? പണ്ട് ഞാന് ഈ അത് കൊച്ചു പിള്ളേർക്കൊക്കെ കൂടുതൽ തോന്നാറുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് 20 വയസ്സ് കഴിച്ചാലും 30 വയസ്സായാലും 40 വയസ്സായാലും ഇവരും വിചാരിക്കും ഇനി സമയമുണ്ടോ.
മാനസാന്തരപ്പെട്ടു അല്ലേ? ഞാന് ഒരു 15-ാമത്തെ വയസ്സിലൊക്കെ ആയപ്പോഴത്തേക്കിന് എനിക്ക് തീരെ ഇതങ്ങ് വെറുത്തു. വേണ്ട, ഇവര് എന്റെ അപ്പനും അമ്മയൊക്കെ എന്തിനാ ഈ പെന്തക്കോസുകാരായെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ നടന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പെന്തക്കോസുകാർക്ക് വട്ടമുണ്ട്. എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ അവിടുന്ന് ഉപേക്ഷിച്ചിട്ട് ഈ പറയുന്ന കൊട്ടുംപാട്ടിനും പോകേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. ഞാൻ പെന്തക്കോസുകാരനായിപ്പോയി, ഇവരുടെ മുഖാന്തരം ഞാനിവിടെ പെന്തക്കോസുകാരനായിപ്പോയല്ലോ എന്നുള്ളതായിരുന്നു അങ്ങനെയുള്ള ചിന്ത. മനസ്സിലായിരുന്നു. പിന്നെ ഇപ്പൊ എനിക്കറിയാം ഇതിൽ പറയാൻ വലിയൊരു ഭാഗ്യം. അതൊക്കെ തോന്നൽ വന്നത് തന്നെ ഭാഗ്യ. അതിന് മുമ്പേ ഞാൻ വണ്ടി അടിച്ചു വല്ലതും ചത്തിരുന്നെങ്കിൽ എന്തോ ചെയ്തു പോയാനെ. ആലോചിച്ച് നോക്കി, ഗതികേടായി പോയാനെ അല്ലേ? എനിക്ക് തോന്നുമ്പോ എനിക്ക് കുറെ കൂടെ ആകട്ടെ, ഞാൻ ഒന്ന് കല്യാണം കഴിച്ചിട്ടാകട്ടെ. ചില കൊച്ചു പിള്ളേരൊക്കെ പറയുന്നത് അല്ലെ, 20-25 വയസ്സ് പ്രായമുള്ള പിള്ളേർ പറയും. ചില പിള്ളേർ പറയും ഞാൻ കോളേജിലൊന്ന് പോട്ടെ, കോളേജ് പഠിച്ചിട്ടൊക്കെ ആവട്ടെ. സ്നാനപ്പെടുന്ന കാര്യം പറയുമ്പോഴേ പിന്നെ പറയും ഞാൻ കല്യാണം കഴിച്ചിട്ടാവട്ടെ. കല്യാണം കഴിച്ചവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. പലരും അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടി നടക്കുകയാണ്. എങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് ചിന്തിച്ച് നടക്കുന്ന ഒത്തിരി വിശ്വാസി സമൂഹങ്ങൾ പോയി. അങ്ങനെയുള്ള ജീവിതം എനിക്ക് എപ്പോഴെങ്കിലും ഒക്കെ മാനസാന്തരപ്പെടാമെന്നുള്ള ചിന്ത അത് നമ്മുടെ ഉള്ളിലോട്ട് കൂടിയിരിക്കും. എന്നിട്ട് എഴുതിയിരിക്കുക ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് നിങ്ങൾക്ക് സൽഗുണപൂർണ്ണനാണ്. ആ സൽഗുണപൂർത്തിയിലേക്ക് വരണം. അല്ലാതെ സമയം കിട്ടുമ്പോൾ ഇനി ചിന്തിക്കരുത്. ഇതാണ് സുപ്രസാദം, ഇതാണ് രക്ഷാദിവസം. ഇത് അവിശ്വാസിയോട് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാദിവസം. ഇപ്പൊ മാനസാന്തരപ്പെട്ടു കെന്നിലെ പെന്തക്കോസ്ത് സഭയോട് കർത്താവ് പറയുക ഇതാണ് സുപ്രസാദം. കർത്താവ് വരാൻ ഏറ്റവും ആസന്ന. നമ്മള് ലോകത്തുള്ള എല്ലാവരോടും സുവിശേഷം പറയാൻ നടക്കുക. ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാദിവസം. കേറിക്കോ കേറിക്കോ, വണ്ടി ഇപ്പൊ വിടും. ഞങ്ങളുടെ അടൂര്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ അടൂര് ഈ തിരുവനന്തപുരത്തേക്ക് ആളിനെ കയറ്റി വിടുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. ഇല്ല, തിരുവനന്തപുരത്ത് ആളിനെ കയറ്റി വിടാനായിട്ട് ഈ ഇടയ്ക്ക് KSRTC ബസ് അങ്ങ് വരാതിരിക്കും എന്ന് പറഞ്ഞാൽ ഫെയർ സ്റ്റേജ് പന്തളത്തുനിന്ന് അടൂരാണ് അടുത്ത സ്റ്റേജ്, ഫെയർ സ്റ്റേജ് എന്ന് പറയും സ്റ്റേഷൻ. അപ്പൊ ഈ സ്റ്റേഷനിലേക്ക് വണ്ടി വരാതെ കുറെ സമയം താമസിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും, ചാകരയായി ഈ ഏജന്റുമാർ, കാറ് വിടുന്ന ഏജന്റുമാർ. അവന്മാര് ഈ സ്റ്റേഷനിലോട്ട് ഇങ്ങോട്ട് വന്നിട്ട് വിളിച്ച് പറയും, നാളെ അംബാസഡർ കാർ പോകുന്നുണ്ട്, തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. മറ്റേനെക്കാട്ടി വിലയും കുറവാ, ഇതിനകത്ത് ഇരുന്നാൽ നല്ല സുഖമായിട്ട് പോവുകയും ചെയ്യാം. പെട്ടെന്ന് പോയാൽ എങ്ങും വില സ്റ്റോപ്പില്ല, പെട്ടെന്ന് ചെല്ലാം. മനസ്സിലായോ? ഈ ഏജന്റ് ഒരു കാലത്തും തിരുവനന്തപുരം കണ്ടിട്ടില്ല. മനസ്സിലായോ? തിരുവനന്തപുരം കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിന് പൈസ കിട്ടും, അത് മാത്രമേ. ഇതുപോലെ ആലോചിക്കാത്തോടെ നമ്മളെല്ലാവരും വിളിച്ചു വിടുക, ഇതിനകത്തിലോട്ട് കേറിക്കോ കേറിക്കോ കേറിക്കോ. നമ്മൾ പോയില്ലെങ്കിലത്തെ ഗതി എന്തുവാ? അടുത്ത് തന്നെ നിൽക്കുന്ന ഏജന്റിനെ ഇന്നലെ കർത്താവിനാഥിന് ഒരു പിന്നെ ഇവിടെ ശുശ്രൂഷിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു, താടികേരിയിലുള്ള പാസ്റ്റർ പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഹല്ലേലൂയ. നമ്മളെല്ലാരും പറഞ്ഞു ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാദിവസം, എല്ലാവരും മാനസാന്തരപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് കുറെ പേരങ്ങ് പോയി. ശേഷിക്കുന്ന നമ്മളെ പോയില്ലെങ്കിൽ അയൽവക്കക്കാർ ഓടിച്ചിട്ട് അടിക്കുള്ളൂ. നീ എന്താടാ പോവാൻ എന്ന് ചോദിക്കുമ്പോ ഈ ഗതികേടുണ്ടാകും. എപ്പോഴെങ്കിലും മാനസാന്തരപ്പെടാം, എപ്പോഴെങ്കിലും ഞാൻ റൈറ്റ് ആയിക്കൊള്ളാം, ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് മാനസാന്തരപ്പെട്ട് നല്ല പിള്ളയാകാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ തെറ്റിപ്പോയി. എപ്പോഴാണ് ആ മണവാളന്റെ വരവെന്ന് അറിയത്തില്ല. സൂത്രം കർത്താവ് അതിന് ഉദാഹരണം പറയുന്നത് കള്ളനെ പോലെയാണ് വരും, ആരെ അറിയിക്കത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. പുത്രന് പോലും അറിയത്തില്ല. പിതാവ് പറയും പൊക്കോടായിപ്പം, ആ ഒരു പറച്ചിലേ ഉണ്ടാവും. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. മാനസാന്തരം പുതുക്കിക്കൊണ്ടേയിരിക്കണം. പൗലോസ് പറയാ ഞാൻ പിടിക്കാമെന്ന് വെച്ച് ആശിച്ച് അതിന്റെ പിന്നാലെ ഓടുന്നതേ ഉള്ളൂ. പിടിക്കാമെന്ന് എനിക്ക് ഉറപ്പില്ല. പൗലോസപ്പോസ്തലൻ ഇല്ല ഉറപ്പ്. ഇവിടുത്തെ ചില വിശ്വാസികളുടെ ഒക്കെ ഉറപ്പ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോകും. ഇപ്പൊ സംഗതിപ്പാൻ ഉറപ്പുള്ള എത്ര പേരുണ്ടെന്ന് കൈകൊക്കാൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും അല്ലേ?
ഭയങ്കര ഉറപ്പാ. പൗലോസപ്പോസ്തലൻ പറയും, പിടിക്കാവുന്ന അതിന്റെ പിന്നാലെ പിടിക്കാവുന്ന എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നു പ്രിയ ദൈവം, ഇത് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഇതിന്റെ പിന്നാലെ ഓടുന്നത്. പിടിക്കാമെന്ന് എനിക്ക് ഉറപ്പില്ല. പൗലോസപ്പോസ്തലൻ ഉറപ്പില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്രമാത്രം ഭീതിയില് ക്രിസ്ത്യ ജീവിതം തള്ളി നിൽക്കും. ഇന്നത്തെ വിശ്വാസികളുടെ ഉപദേശിമാരുടെ ഒക്കെ ആ ഭാവമൊക്കെ കണ്ട ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിൽ കർത്താവിന്റെ വലത് ഭാഗത്ത് അവരെ അപ്പോയിന്റ് ചെയ്തേക്കുവാണെന്ന് അവർ തോന്നലുണ്ട്. ചില വിശ്വാസികളുടെ അഹങ്കാരം, ആ ഗൗരവം ഒക്കെ കണ്ടിട്ട് ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എന്റെ ബന്ധക്കോസ് ഇതിലുള്ള എല്ലാവരും ഹല്ലേലൂയ കർത്താവിന്റെ വരവ് ഒരു കുഞ്ഞു പോലും അതിൽ ശേഷിക്കരുത്. Every day, every second, every minute you are struggling to get the kingdom of God. Amen. Every minute you are struggling. Hallelujah. Literally you are struggling. Killing by yourself. നിങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കൊന്നു നിങ്ങളുടെ സ്വഭാവം കർത്താവിന് അനുരൂപമാക്കി. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് എപ്പോഴെങ്കിലും മനസ്സാന്തരപ്പെടും. യാക്കോബിന്റെ ലേഖനം 4:13. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 2 ആണ്ട് കഴിച്ച് ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പി. ഇപ്പോഴത്തെ ഓരോ ആൾക്കാരുടെ ചിന്ത എന്ന് പറയുന്നത് എന്തുവാ? ലാഭം ഉണ്ടാക്കുന്ന കാര്യം. വലിയ കാർ, വലിയ 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 ഷെയർ മാർക്കറ്റിൽ കളിക്കുക, വലിയ വലിയ കാര്യങ്ങള്, വലിയ ഇപ്പൊ ആൾക്കാര് ഞങ്ങളുടെയൊക്കെ ഏരിയയിലുണ്ടല്ലോ ബംഗ്ലാവൊക്കെ മേടിക്കാനുള്ള തിരക്കിലാണ്. പോയി 1 ലക്ഷം പൗണ്ട് കുറഞ്ഞാലും വേണ്ടില്ല, അവിടെ പോയി മേടിക്കണം. നിനക്ക് കർത്താവ് എന്നാ മേടിച്ചോണം കേട്ടോ. ഹല്ലേലൂയ. അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, അതൊരു എന്താ പറയുന്നേ, ഒരു അഹന്ത കാണിക്കാൻ ഒക്കെ ആണെങ്കിൽ പാടില്ല. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ അത് കാണിക്കണം. 4 or 5 ബെഡ്റൂമുള്ള വലിയ വലിയ ബംഗ്ലാവുകൾ മേടിച്ചോണം. പക്ഷേ ഹല്ലേലൂയ വല്ലവരെ കാണിക്കാൻ വേണ്ടിയാണ്. കാണിക്കാനാണ് നിന്റെ തോന്നലെങ്കിൽ, നിന്റെ മനസ്സിലെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, അതിനുള്ള സമയമല്ല, കാണിക്കാനുള്ള സമയമല്ല. കർത്താവ് വരാണ്. എനിക്ക് തോന്നുന്നു 10, 50, 100 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ ഹല്ലേലൂയ നമുക്ക് എങ്ങനെങ്കിലും ഒക്കെ കാണിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇതിപ്പോ കർത്താവ് വരുമെന്ന് പറഞ്ഞ് നിൽക്കുക. നിങ്ങൾ ആ മത്തായി സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ച് കർത്താവിന്റെ വരവിന്റെ അടയാളം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിപ്പോകും. അല്ലെങ്കിൽ ഓരോന്നും എടുത്ത് അനലൈസ് ചെയ്യണം. ഓരോ വാർത്തകൾ നിങ്ങൾ വായിക്കണം. നമുക്കങ്ങ് വിഷമം വരും. കർത്താവ് വന്ന് നിൽക്കുന്നു എന്നുള്ള ഭീതി നിങ്ങളെ ഭരിക്കും. അത് വായിച്ചിട്ട് അനലൈസ് ചെയ്യണം. നിങ്ങൾ പോണം, വീട്ടിൽ പോയിട്ട് ഇരുന്ന് വായിക്കണം. കർത്താവ് പറഞ്ഞ അടയാളങ്ങൾ അതൊന്നൊന്നായിട്ട് നീ നിറവേറാൻ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ 10% പോലും നിറവേറാൻ. അതുപോലെ കർത്താവിന്റെ വരവേറ്റ മാസം ഇപ്പൊ ലാഭം ഉണ്ടാക്കാൻ പോകരുത്. ലാഭം ഉണ്ടാക്കിയാൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. ലാഭം ഉണ്ടാക്കാൻ പോയാലേ ഈ കുരങ്ങിന് പിന്നെ ഒരു കരിക്ക് കിട്ടിയ കാര്യം അറിയാമോ? കരിക്കിനകത്തില് കൈ ഇട്ടിട്ട് വാരിയിട്ട് ഇവൻ അത് എടുക്കത്തുമില്ല, ഇവന്റെ കൈയും കളയും. അങ്ങനത്തെ ഒരു സിമിലി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ഒരു ഉദാഹരണം, ഈ കുരങ്ങിന്റെ അത് കുരങ്ങ് അതിനകത്ത് മൽപ്പിടുത്തം കാണിക്കുന്നു. ഇതല്ല, ഇതിനകത്തിലുള്ള കരിക്ക് എടുക്കാൻ വേണ്ടി ഇവൻ കൈ കയറ്റും, കുത്തിക്കയറ്റും. ഇടിച്ച് കയറ്റുക എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. ചുരുട്ടി പിടിച്ചാൽ കുത്തി അങ്ങ് കയറ്റും. ചുരുട്ടി പിടിച്ചോണ്ട് എടുക്കാൻ നോക്കും. ഇത് വാരിയില്ലേ, വാരിയിട്ട് ഇത് കയ്യിലിരിക്കുക. ഇത് എടുക്കാനായിട്ടുള്ള പരാക്രമം. ഇവൻ എന്താ നഷ്ടപ്പെടുത്താൻ പോകുന്നത്? അവന്റെ കൈ നഷ്ടപ്പെടുത്താൻ. ഇതുപോലെ ബന്ധക്കോസുകാർ കൂടുതലും ഈ ലോകത്തിന്റെ ചപ്പും ചവറിന്റെ കയറി അങ്ങ് പിടിച്ചേക്ക്, കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്ക്. ഇത് വിടാതെ, ഈ മനോഭാവം നിന്നിൽ നിന്ന് വിടാതെ
നിനക്ക് ജീവൻ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എടുക്കാൻ നിനക്ക് സാധ്യമല്ല. കഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങൾ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളൊക്കെ വീട്ടിലൊക്കെ നമ്മുടെ പേരൻസ് മരിച്ചു പോയവരാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ ഫോട്ടോ ഉണ്ടല്ലേ, ആ ഫോട്ടോ ഒക്കെ കണ്ട് നമ്മൾ പറയുന്നതൊക്കെ അയ്യോ നല്ല ജന്മം തന്ന പിതാവാണല്ലോ മാതാവാണല്ലോ ഇങ്ങനെയൊക്കെ വിചാരിക്കും. നമ്മുടെ 2 തലമുറ കഴിഞ്ഞാൽ അത് ആ ഭിത്തിയിലിരിക്കുന്നു വല്ല ഉറപ്പുണ്ടോ? ഉണ്ടോ? അല്ലെങ്കിൽ 2 തലമുറ കഴിഞ്ഞ് ഇരിക്കുവോ? അതിന്റെ ലുക്ക് കണ്ടാൽ തന്നെ അവൻ പറയും ചേട്ടാ ഇതെന്തോ ഇല്ല മഹാത്മാഗാന്ധിയുടെ കാലത്തെ പിക്ചറില്ല. ആ പിക്ചർ ഇന്ന് നമുക്ക് നമ്മുടെ പിന്നെ ഗസ്റ്റ് റൂമിലെ വല്ല കയറ്റാൻ പറ്റും. അതുപോലൊക്കെ അവന് തോന്നും. അഗ്ലി ലുക്ക്. അയ്യേ എന്റെ അപ്പൻ ഇങ്ങനെയുള്ള ഉടുപ്പൊക്കെ അന്ന് ഇട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഇച്ചിരി കൂടെ മോഡേൺ ആയിക്കൊണ്ടതാണ് അല്ലേ? ചില പിള്ളേരത് വലിച്ചെടുത്ത് പിന്നിലിടും. ഇതാണ് നിന്റെ ഓർമ്മ. അതിനൊരു ഗ്യാരണ്ടി, ഒരു ഗ്യാരണ്ടി നിനക്ക് നിന്റെ ജീവനെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. നിന്റെ പിള്ളേരുടെ കൊണ്ടുപോകത്തില്ല. നിന്റെ മാതാപിതാക്കളുടെ ജീവൻ സ്വർഗത്തിൽ കൊണ്ടുപോകാനൊക്കത്തില്ല. നിനക്ക് നിന്റെ ഭാര്യയുടെ കൊണ്ടുപോകാനൊക്കത്തില്ല. നിനക്ക് നിന്നെ തന്നെ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. നീ വിചാരിക്കണം നീ പോണോ വേണം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ് കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ഇന്നത് കർത്താവിന് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. അല്ലാതെ ലാഭം ഉണ്ടാക്കുമെന്നല്ല പറയേണ്ടത്. അതിനുള്ള സമയമില്ല. അതിനുള്ള സമയം കെന്റുവെന്റെ സഭയ്ക്കില്ല. നിങ്ങൾ സുവിശേഷകരായിട്ട് പോകണം. ഓരോരുത്തരും സുവിശേഷാത്മാവാണ്. ഇറങ്ങി ഓടിക്കണം. സ്വത്രം എല്ലാവരെയും പറയണം. കർത്താവ് വരാറായി, കർത്താവ് വരാറായി, കർത്താവ് വരാറായി. ഇനി അധികം സമയമില്ല. പ്രൈസിലോ ഓരോരുത്തരെയൊക്കെ ടാർഗറ്റ് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും പ്രൈസിലോ ഓരോരുത്തരെ നിങ്ങളെ വർക്ക് പ്ലേസിലുള്ളവരെ ടാർഗറ്റ് ചെയ്യണം. എന്നിട്ട് അവർക്ക് വേണ്ടി കുറെ പ്രാർത്ഥിക്കണം. എന്നിട്ട് അവരുടെ അടുത്ത് പോയി സുവിശേഷം പറയണം. കർത്താവ് വരാറായി, കർത്താവ് വരാറായി, കർത്താവ് വരാറായി, കർത്താവ് വരാറായി. ഹല്ലേലൂയ. ഇത് പറയുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ. കർത്താവ് വരുമ്പോൾ നീ എടുക്കപ്പെട്ടില്ലെങ്കിൽ നീ എന്തായിത്തീരും എന്നുള്ള ഒരു ചോദ്യം അവനിലേക്ക് എറിഞ്ഞു കൊടുക്കണം. ഈ ഒരു സുവിശേഷാത്മാവ് കെന്റുവെന്റെ സഭയ്ക്ക് ഉണ്ടായിരിക്കട്ടെ. അതോ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടു, നീയോ പോകത്തില്ല. ഇങ്ങനെ പോയാ മനസ്സിലായോ? ഇങ്ങനെ പോയാൽ നീയും പോകത്തില്ല. മാനസാന്തരം നിനക്കും വേണ്ടിയിരിക്കുന്നു. നിനക്ക് മാനസാന്തരം ഇല്ലാത്തതുകൊണ്ടാണോ മറ്റൊരാൾ പറയാത്തത്? ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു. ഇനി എന്റെ അത് സ്വാർത്ഥത. അതിനെ സ്വാർത്ഥത എന്ന് പറയും. ഇനി ഈ വർഷം എന്തായാലും അവസാനിക്കാം. അടുത്ത വർഷം ഒരാത്മാവിനെങ്കിലും ഞാൻ ഈ സഭയെ കൊണ്ടുവരുമെന്ന് നിങ്ങളൊക്കെ പിടിക്കുക. കർത്താവ് വരാറായി. അതിനുവേണ്ടി ഒരുങ്ങണം. അതിനുവേണ്ടി ഒരുക്കണം ആൾക്കാരെ. 2:25 ഇങ്ങനെ പറയുന്നു, വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായതുകൊണ്ട് എന്താ ചെയ്യണം? വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്ന് ഉള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. അല്ലാതെ ഹല്ലേലൂയ സ്തോത്രം എനിക്ക് എപ്പോഴെങ്കിലും മാനസാന്തരം വന്ന് ഞാൻ ഇതൊക്കെ ചെയ്യാമെന്നൊന്നും വിചാരിച്ചിരിക്കും. അതിനൊന്നും അവസരമില്ല, അതിനുള്ള സമയമില്ല. മൂന്നാമത്തെ നമ്മുടെ റോഡ് ബ്ലോക്ക് ഇതാണ്. വി പെർസ്യൂ അപ്പോൾ ഗോഡ്സ് മേഴ്സി. കർത്താവിന് വലിയ കൊട്ടക്കണക്കിന് ഇങ്ങനെ കരുണയുമായിട്ടിരിക്കും. പിന്നെ ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി എന്താ കുടിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു കുടിൽ മതി എനിക്ക്. ഈ അടുത്ത സമയത്ത് ഒരു ദിവസം പറഞ്ഞിട്ട് അവിടെ ചേരി പ്രദേശം ഉണ്ടാവും. ചിലര് ചേരി പ്രദേശത്ത് പോകാനായിട്ട്, ചിലര് ചേരി പ്രദേശത്ത് പോകാനിരിക്കും. എന്ന് പറഞ്ഞാൽ കർത്താവിന് ഭയങ്കര മേഴ്സി.
നീന്നെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടല്ലേ അല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ. ഹല്ലേലൂയ. കർത്താവ് സൽഗുണപൂർണ്ണരായിരിക്കുന്ന പോലെ നിങ്ങൾക്ക് നൽകുന്നു. അതില്ലാതെ സ്വർഗത്തിന്റെ ഏഴയിൽ തീർന്നു എനിക്ക് തോന്നുന്നു. എന്തായാലും ചാൻസ് കൊടുക്കണം. നമുക്കങ്ങ് സൽഗുണപൂർണ്ണ ചാൻസ് കൊടുക്കണം അല്ലേ? ഇവിടൊക്കെ വരാന് പിന്നെ നിങ്ങൾ വല്ല ചാൻസ് കൊടുത്തോ? എന്തെങ്കിലും ചാൻസ് കൊടുത്തോ? കഴിവിന്റെ പരമാവധി ഡോക്യുമെന്റ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങൾ വന്നത് അല്ലേ? ആണോ? എന്തെങ്കിലും മിസ്സായെന്ന് തോന്നിയപ്പോ ഉറക്കം വരാതിരുന്നു അല്ലേ? ഉറങ്ങിയിട്ടുണ്ടോ അന്നത്തെ ദിവസങ്ങളിലൊക്കെ? ആ ഡോക്യുമെന്റ് അയ്യോ ഞാൻ കൊടുത്തില്ലല്ലോ. ആരാണ്ട് പറയുന്നത് 3 മാസത്തെ സാലറി സ്ലിപ്പ് പേ സ്ലിപ്പ് ആയിരുന്നു കൊടുക്കേണ്ടത്. ഞാൻ 2 കൊടുത്തോളല്ലോ. ഇനി ശരിയാകുമോ? ഭ്രാന്തായി അല്ലേ? ഇത് സ്വർഗത്തിൽ പോകാൻ ഇങ്ങനെ ഞാൻ പട്ടിപ്പാടുന്നൊക്കെ ഉണ്ടേ. കുഴപ്പമില്ല, അദ്ദേഹത്തിന് വലിയ കരുണ കൊണ്ടിരിക്കുകയല്ലേ അല്ലേ? എന്നെ കയറ്റി അവിടുത്തെ ചേരി പ്രദേശത്ത് താമസിപ്പിക്കുകയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. മക്കളെ നമുക്കൊന്നും മനസ്സാന്തരപ്പെടാം. കർത്താവിന് കരുണയുണ്ട്, കൃപയുണ്ട്, അതൊക്കെ കാര്യം ശരിയാണ്. അതുകൊണ്ടാണ് നീ വണ്ടി അടിച്ച് ചാവാ. അത്രയൊക്കെ കരുണയൊക്കെ മതി കർത്താവിന്റെ. സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഈ കരുണയ്ക്ക് വേണ്ടി വിചാരിക്കരുത്. സ്വതന്ത്രം അതിന് നീ പെർഫെക്റ്റ് ആയാലേ പോകത്തുള്ളൂ. അതിന് ചാൻസ് ഒന്നും കൊടുക്കരുത്. ചാൻസസ് ഒന്നും നോക്കിയിരിക്കരുത്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, മഹാത്മാഗാന്ധിയും നമ്മുടെ മദർ തെരേസയും പോകാത്ത സ്വർഗത്തിൽ എനിക്ക് പോകണ്ട, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പ്രൈസലോ, ചാൻസ് കൊടുക്കല്ലേ. ഒറ്റ ജീവിതമേ ചാൻസ് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാം. ഹല്ലേലൂയ. ചിലപ്പോൾ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് മാനസാന്തരപ്പെടും. 2-16 വാക്യങ്ങൾ ഇങ്ങനെ പറയും, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഹല്ലേലൂയ. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിലേക്കുള്ള വാസന. എന്നാൽ ഇതിന് അവൻ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ആകെ എല്ലാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക ഒരു നാൾ മരുത്. സ്വത്രം. ഹല്ലേലൂയ. കൃപ പെരുകാൻ വേണ്ടി പാപം ചെയ്തുകൊണ്ടിരിക്കുക. സ്വത്രം. കർത്താവിന്റെ കൃപയുണ്ടല്ലോ കൊട്ടക്കണക്കിന്, ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ പാപം ചെയ്തുകൊണ്ടിരിക്കും, അപ്പൊ കൃപ പെരുകും എന്ന് പറയരുത്. ഹല്ലേലൂയ. ആകെയെല്ലാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന ഒരു നാള് വരുത്. പാപസംബന്ധമായ മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? 4ാമത്തെ റോഡ് ബ്ലോക്ക്. അതൊന്നും കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അതൊക്കെ ഓരോ പ്രസംഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു അർജൻസി തോന്നും, ഒരു തീവ്രതയുമില്ല. എനിക്കൊരു ഒരു അത്യാവശ്യം തോന്നുന്നില്ല റിപ്പന്റന്റ് ആവണോ, റിപ്പന്റൻസ് എനിക്ക് വേണമെന്ന്. I don't feel any urgency to repent. മാനസാന്തരത്തിന് എനിക്കൊരു അർജൻസി തോന്നുന്നു. ഈ ലോകം പൈശാചികന്റെ അടിമ കത്തിക്കിടക്കുന്നതുകൊണ്ട് ഹല്ലേലൂയ. അങ്ങനെ തോന്നാം, അവിടെ രക്ഷപ്പെട്ടോണം. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിനെ പ്രാപിച്ചു. കർത്താവിന്റെ ആത്മാവിന്റെ ഹല്ലേലൂയ നമുക്ക് അർജൻസി തോന്നുന്നില്ല. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6:1-2 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി എന്ന് ഞങ്ങൾ ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീർന്നു എന്ന് സഹപ്രവർത്തിക്കായി ആ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കൃപയെല്ലാം പെരുകി വലിയ ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ചില ആൾക്കാരോട് പറയുക, സഹപ്രവർത്തിക്കാരനാണ് ഈ പറയുന്നത്. എന്താ ചെയ്യണം? നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് പറഞ്ഞാൽ ഇതിന് വീണ്ടും മാനസാന്തരത്തിൽ ആവശ്യമാണ്. പക്ഷെ ഇവന് അർജൻസി തോന്നുന്നില്ല. ഇവനൊരു അർജൻസിയും തോന്നുന്നില്ല. 17 ദിവസം ഉപസിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് വന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും വേറെ വല്ല പണി നോക്ക്, നിങ്ങൾ വല്ല വീട്ടിലെല്ലാം പോയിരിക്കും, ഞങ്ങൾക്ക് ഇതിനൊരു അർജൻസി ഇപ്പൊ ഇല്ല, ഇങ്ങനത്തെ പ്രസംഗമൊന്നും ഇവിടെ എടുക്കത്തില്ല എന്ന് പറയാനൊരു മനസ്സുണ്ടെങ്കിൽ അതിനെ പറയുന്നത് I don't feel any urgency to repent. മാനസാന്തരത്തിന് അർജൻസി ഇല്ലെന്ന് അത് റോഡ് ബ്ലോക്കാണ്. മാനസാന്തരം വരാനുള്ള ഒരു റോഡ് ബ്ലോക്കാണ്. ഹല്ലേലൂയ. നിന്നെ അതിലേക്ക് കടത്താതിരിക്കാൻ ഞാൻ വിശുദ്ധനാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ.
പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമറിലേ, രക്ഷാദിവസത്തെ ഞാൻ നിന്നെ സഹായിച്ചു എന്നവൻ അരുളി ചെയ്യുന്നല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. ഇപ്പോഴാ ഈ നിമിഷം മാനസാന്തരത്തിന്റെ എന്തെങ്കിലും ആവശ്യകത നിനക്ക് തോന്നുന്നെങ്കിൽ ഇപ്പൊ മാനസാന്തരപ്പെട്ടോ. കൊടുക്കൽ വാങ്ങലുകളിലായാലും കർത്താവിനോടുള്ള കൊടുക്കൽ, അല്ലെങ്കിൽ ടൈത്ത് കൊടുക്കുന്നതായാലും ഓഫറിങ് ആയാലും എന്തോ ആയാലും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോടായാലും കുഞ്ഞുങ്ങളോടായാലും ഉള്ള കാര്യത്തിൽ എന്തെങ്കിലും റിപ്പന്റൻസിന് വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യം ശേഷിക്കുന്നു ക്ലിയർ ചെയ്തോ, നിരപ്പായിക്കണം. പെട്ടെന്ന് നമുക്ക് പോകാം. അഞ്ചാമത്തെ റോഡ്, വി ഡിലൈറ്റ് ഇൻ ദ പ്ലഷർ ഓഫ് അവർ സിൻ. നമ്മളുടെ പ്ലഷേഴ്സിൽ അങ്ങ് തുടരുക. നമ്മുടെ പ്ലഷേഴ്സ് എന്ന് പറഞ്ഞാൽ എബ്രായർ 11:20 വിശ്വാസത്താൽ മോശത്താൽ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാണ് ദൈവത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ച്. By faith Moses, when he was come 2 years, refused to be called the son of choosing rather 11:25 choosing rather to endure ill treatment with the people of God than to enjoy the passing pleasures of sin. ഈ നഷ്ടപ്പെട്ടു ഒഴിഞ്ഞു പോകുന്നു. ഇതൊക്കെ താൽക്കാലിക അല്ലേ? താൽക്കാലികമായി പ്ലഷേഴ്സിനകത്ത് അങ്ങ് തുടരുകയും കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു ആവേശം. ഹല്ലേലൂയ. ഒരിക്കലൊരു സോൾജിയർ, ഒരു പട്ടാളക്കാരൻ, അദ്ദേഹത്തിന് ഊണ്ട് കരിയുന്നില്ല. കരിയാതെ ഡോക്ടറിന്റെ അടുത്ത് ചെന്നു. ഡോക്ടർ പരിശോധിച്ച് ഒത്തിരി അന്നത്തെ കാലത്ത് ഈ എക്സ്റേ ഒന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനെ പരിശോധിച്ച് വന്നിട്ട് ഒന്നും കണ്ടെത്താൻ പറ്റില്ല. ഈ മുറിവിങ്ങനെ വലുതായിക്കൊണ്ട് ഓപ്പൺ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ കത്തി കയറ്റി ഒന്ന് പരിശോധിച്ചു. നോക്കിയപ്പോൾ അതിനകത്തൊരു ബുള്ളറ്റ് ഇരിക്കുക, ബുള്ളറ്റിന്റെ പീസ്. ആ പീസ് അവിടെ ഇരുന്ന് അദ്ദേഹത്തെ പഴുപ്പിച്ചു. പാപത്തിന്റെ തൽക്കാല ഭോഗം നമ്മുടെ ജീവിതത്തിൽ നിന്നാൽ നമ്മളിങ്ങനെ പഴുത്തോണ്ടിരിക്കും. ആ പഴുപ്പിനെ ഞെക്കിപ്പിഴിഞ്ഞ് കളയണം. അതിന് ആത്മാവ് നിയന്ത്രിച്ചു കൊടുക്കണം. ഹൃദയം പ്രാപിക്കണം. പ്രൈസലോ. ഈ പാപത്തിന്റെ തൽക്കാല ഭോഗം, ഈ പാപത്തിൽ വസിക്കുവാനുള്ള ആഗ്രഹം. ചിലർ പറയത്തില്ല, ഞാൻ ഇപ്പം കുറച്ചുകൂടെ കഴിയട്ടെ, ഇപ്പൊ എനിക്ക് പറ്റത്തില്ല. ഈ ഇവിടെയൊക്കെ മലയാളി അസോസിയേഷനിലൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞ ആൾക്കാരെ കാണാൻ പറ്റും അല്ലേ? വെള്ളമൊക്കെ അടിച്ച് ജീവിക്കുന്ന ഒരു കാലം. പാപത്തിൽ നിലനിൽക്കുക, അതിലങ്ങ് കണ്ടിന്യൂ. ഇതൊക്കെ എനിക്ക് മതി. ഇത്രയും വലിയ സുഖമൊന്നും, ഇതിപ്പരം സുഖം എന്താ കിട്ടാൻ? ഈ വെള്ളം അടിച്ച് വാള് വെക്കുക എന്നൊക്കെ നമ്മൾ പറയല്ലേ? അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭയങ്കര സുഖം എന്നാ അവര് പറയുന്നത്. അത് ആ ഒരു സുഖത്തെക്കാട്ടി വലിയ സുഖം എന്തോ കർത്താവിന്റെ അടുത്ത് വന്ന് പാട്ട് പാടുക, തുള്ളിച്ചാടുക, ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ സുഖം തരാൻ? വേറെ വല്ലയിടത്തും പറ എന്നാ പറയുന്നത്. ഇതൊരു താൽക്കാലികമായ താൽക്കാലിക സംവിധാനം. ഈ കൂട് പൊളിക്കും അല്ലെ? അതിനെ കർത്താവ് പറഞ്ഞ കൂട് പൊളിക്കോ, വേറൊരു കൂട് നിനക്ക് തരും. സ്വത്രം. അവിടെ പോണമെങ്കിൽ ഈ പറയുന്ന താൽക്കാലിക സുഖത്തിൽ നിന്നാൽ നിനക്ക് നിത്യമായ ഒരു നഷ്ടപ്പെടും. നിത്യമായ ഒരു സുഖം അത് നഷ്ടപ്പെടും. താൽക്കാലികമായ പാപത്തിൽ നിലനിൽക്കുന്നത്. We believe that if we repent, we will lose our joy. നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു പേടി, അത് മാനസാന്തരത്തിന് തടസ്സമാണ്. എന്റെ വീട്ടില് ഇപ്പം ഞാൻ മാത്രം പെന്തക്കോസ്തിലേക്ക് വരും, ബാക്കിയുള്ളവരൊക്കെ വിശ്വാസത്തിലല്ല, യാക്കോബയോ മർത്തോമയൊക്കെ ആണെന്ന് വിചാരിച്ചു. എന്റെ വീട്ടിലെല്ലാവരും പെന്തക്കോസ്തിലുണ്ടോ ഇപ്പൊ. അപ്പം അങ്ങനെ വിചാരിച്ചു. പെട്ടെന്നായി അവരെയൊക്കെ പിണക്കിയിട്ട് എങ്ങനെ നമ്മളുടെ സന്തോഷം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. ഇത് നിന്റെ മാനസാന്തരത്തിൽ തടസ്സം. അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ നിനക്ക് കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിക്കുന്നെങ്കിൽ കർത്താവ് വഴിയുണ്ട്. Isaiah chapter 61 verse 2-3. പെട്ടെന്ന് ഞാൻ നിർത്തി പോകും. ഹല്ലേലൂയ. Isaiah chapter 61. യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെ ആശ്വസിപ്പിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരം
മാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിശ്വമനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അയ്യോ, എന്തോ ഒരു വലിയ കാര്യമാണ് കിട്ടാൻ പോകുന്നല്ലേ. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം വെണ്ണീരിന് പകരം അലങ്കാരമായി, ദുഃഖത്തിന് പകരം ആനന്ദമായി, ഇതൊക്കെ കിട്ടാനായിട്ട് കർത്താവ് തന്നിരിക്കുന്നു. അപ്പോഴാണ് ഈ തവിടിന്റെ കണക്കം പറഞ്ഞു അല്ലേ. അരി വട്ടിയും കൊണ്ടു തവിടിന്റെ കണക്ക് പറയാൻ കേട്ടിട്ടുണ്ടോ? അമ്മച്ചി മുമ്പിലത്തെ തിണ്ണക്കിരുന്ന് അരിയ തവിടിന്റെ വിലപേശു, ഭയങ്കര വിലപേശല. ഈ തവിടിന്റെ കണക്ക് അമ്മച്ചി ഇരുന്ന് പറയും. ഈ എറായം എന്നൊക്കെ പറയും പണ്ടത്തെ കാലത്ത് അല്ലെ. ഉമ്മറത്തിരുന്ന് ഭയങ്കര വിലപേശി മാക്സിമം എടുക്കും. എത്ര രൂപ? അത്രയും ഒരു ചാക്കിന് 1 രൂപ വില കിട്ടും. അപ്പോഴാണ് അപ്പുറത്ത് പുറയിലെ അടുക്കളയിൽ ഈ അരി, ഇതിന്റെ കുത്തി അരി എത്ര മാസങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അരി ഉണ്ടാക്കുന്നത് അല്ലേ. ചിക്കൻ വേവിക്കണം, തിളപ്പിക്കണം അല്ലേ, നല്ലതായിട്ട് തിളപ്പിച്ച് ഇതിന്റെ പുറകെ പിന്നെ കിടന്ന് ഉണക്ക് എന്തെല്ലാം ഉണക്കിന് തന്നെ വലിയ വലിയ ആൾക്കാരുടെ നിരയാ നിൽക്കുന്നത്. ഇവരെല്ലാം കൂടെ വിചാരിച്ച് പരിശ്രമിച്ചിട്ടാണ് ഇത് 10 ആഴ്ച കൊണ്ടിടുന്നത്. എന്നിട്ട് ഇത് പിന്നെ ഒരു സമയത്ത് ഇതെല്ലാം കൂടെ കെട്ടിച്ചമർന്നോണ്ട് കുത്താൻ പോവും. കുത്തിക്കൊണ്ടുവരുന്ന ഈ വിലയില്ലാത്ത 1 രൂപയുടെ സാധനത്തിന് കിടന്ന മഹാപിടുത്തമാണ്. ഇതിനകത്തില് വാല്യൂ ഉള്ള സാധനം അത് പട്ടി കൊണ്ടുപോകുന്നു. 50, 25, 50 രൂപയുടെ സാധനം പട്ടി അടിച്ചുകൊണ്ട് പോകും. 1 രൂപയെ നിനക്ക് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ് നമ്മുടെ ജോയി നഷ്ടപ്പെടുമെന്നുള്ളതാണ് നമ്മുടെ ചിന്ത. നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. ഈ നഷ്ടപ്പെടുത്താൻ പോകുന്നത് വിലയാണ്. അവിടെ എഴുതിയിരിക്കുന്നതാണ് സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം. കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അതാ, പ്രോമിസ് ചെയ്തിരിക്കുന്ന വെണ്ണീറിന് പകരം എന്താ തരുന്ന? വെണ്ണീറിന് പകരം അലങ്കാരമായി, ദുഃഖത്തിന് പകരം ആനന്ദതയിലും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദത്തം. ഇത് പ്രാപിക്കണം. അല്ലാതെ തവിടും പിടിച്ചോണ്ടിരിക്കരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ പിടിച്ചോണ്ട് നിന്റെ രക്ഷ നഷ്ടപ്പെടുത്തിക്കണം. അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നേക്ക്. 7ാമത്തെ റൂട്ട്. ചിലർക്കെല്ലാം വിചാരം, അയ്യോ ഞാൻ ഇത്രയോ വലിയ ഭാവിയ, എന്നോട് അങ്ങനെ ക്ഷമിക്കൂ. ഇതാ നമ്മളുടെ വിചാരം. മാനസാന്തരപ്പെടാനുള്ള വേറൊരു റോഡ് ബ്ലോക്ക്, ഒരു തടസ്സം. ഹല്ലേലൂയ. അയ്യോ ഇത്രയൊക്കെ പാവം ചെയ്തിട്ട് ഞാൻ വരുന്നില്ല. എത്ര പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ അവൻ വരത്തില്ല. അവൻ പറയും, അയ്യോ ഞാൻ വലിയ ഭാഗ്യം, എനിക്ക് പറ്റത്തില്ല. എടാ നീ ഒന്ന് വന്നാ നിന്നെ കടിഞ്ചുവപ്പായിട്ടിരുന്ന ഹൃദയമാണെങ്കിൽ ഞാൻ അതിനെ പോലെ വെളുപ്പിച്ചു തരാം. അതാ കർത്താവിന്റെ വാഗ്ദത്തം. പക്ഷെ ഇത് കേൾക്കാൻ സാത്താൻ നിന്റെ മനസ്സിനെ അനുവദിക്കത്തില്ല. നിന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ വലിയ കൊടുമ്പാവിയ, നിനക്കൊന്നും രക്ഷ കിട്ടത്തില്ല, നീ നിത്യനരകത്തിലെ വിറകൊള്ളിയാവാനുള്ളൂ. അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണ്ട, നിനക്കൊരു രക്ഷയില്ല, നിനക്കൊരു രക്ഷയും ഉണ്ടാകത്തില്ലെന്ന് നിന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു മന്ത്രം നിന്റെ പിന്നിലുണ്ടെങ്കിൽ അത് സാത്താൻ നിന്നെ മാനസാന്തരത്തിലേക്ക് അത് നയിക്കത്തില്ല. ഹല്ലേലൂയ. നിന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു ചിന്ത നിന്നെ മൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഭാവിയാണല്ലോ. അത് നിന്നെ ഒരിക്കലും മാനസാന്തരത്തിലേക്ക് നയിക്കത്തില്ല. അല്ലെങ്കിൽ കർത്താവിനെ ആശ്രയിച്ചാൽ കർത്താവ് നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ. We feel that God cannot forgive us. യോവേൽ 2:13 വാക്യം ഇങ്ങനെ പറയും, വസ്ത്രങ്ങളെയെല്ലാം കീറി. വായിച്ചു. യോവേൽ 2:13. വസ്ത്രങ്ങളെല്ലാം ഹൃദയങ്ങളെ തന്നെ കീറി ഹൃദയമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ളവൻ. ഇതിനാ മഹാദയുള്ളത്. എന്തിനാ? നീ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാം. കർത്താവ് ആ മഹാദയുണ്ട്. ദുഃഖത്തിൽ ഇനി ഈ ലോകത്തിന്റെ ദുഃഖത്തിൽ തുടരും.
അത് കർത്താവിന്റെ അടുത്തോട്ട് ആ കൃപാസനത്തിന്റെ അടുത്തോട്ട് വെന്നങ്ങ് വീഴ്. ഹല്ലേലൂയ. നിന്നെ അവൻ രക്ഷയിലേക്ക് സാൽവേഷനിലേക്ക് നയിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്ന് വായിച്ചേ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും. അയ്യോ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എത്ര വലിയ അനർത്ഥം ഈ ലോകത്തിനുണ്ടാക്കിയത്, നിന്നെ കൊണ്ട് പൊറുതിമുട്ടിയാൽ കർത്താവ് നിന്നെ കുറിച്ച് അനുഭവിക്കും, നിന്നെ കുറിച്ച് വേദനിക്കും. അങ്ങനെയുള്ള ഒരു നിനക്ക് വരുത്താൻ പോകുന്ന അനർത്ഥത്തെ കുറിച്ച് കർത്താവ് അനുദപിക്കും അല്ലെ. നിനക്ക് വലിയൊരു ശാപമായിരിക്കും കർത്താവ് എല്ലാം പ്രവചിച്ചു വെച്ചേക്കും. പക്ഷെ നീ അങ്ങോട്ട് ചെന്നാൽ ആ കരുണാമയനായ ദൈവം വാരിക്കോരിയെടുത്ത് ഹല്ലേലൂയ അവന്റെ ഉള്ളം കരങ്ങളിൽ വെച്ച് ഹല്ലേലൂയ നിന്നെ ഒന്ന് പണിയാനായിട്ട് ഹല്ലേലൂയ നിനക്ക് വരുമെന്ന് പ്രഖ്യാപിച്ച എല്ലാ ഹല്ലേലൂയ അനർത്ഥങ്ങളും അവനില്ലാതാക്കി, അവനെ നിഷ്ഫലമാക്കി കളയും, ഇല്ലാതെയാക്കി കളയും, എംപ്റ്റിയാക്കി കളയും. ഹല്ലേലൂയ. എന്നിട്ട് അനുദപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദപിച്ച് തനിക്ക് ഭോജനയാകവും പാനീയയാകവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കില്ലയോ ആർക്കറിയാം. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നിനക്ക് കിടക്കാനായിട്ട് ഒരു അവസരമുണ്ട്. പക്ഷെ നിന്നെ ഒരിക്കലും സമ്മതിക്കാത്ത ഒരു റോഡ് കർത്താവിനോട് കണ്ണ തോന്നത്തില്ലായിരിക്കും. കർത്താവിനോട് അയ്യോ ഞാൻ വലിയ ഭാവിയാണ്, എനിക്ക് പറ്റത്തില്ലായിരിക്കും, ഇതുകൊണ്ട് വീട്ടിൽ ഇരിക്കരുത് കേട്ടോ. പത്രമേശ എടുക്കാത്ത ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു ഹല്ലേലൂയ, അയ്യോ എനിക്ക് പറ്റത്തില്ല, ഞാൻ വലിയ ഭാവിയാ. ഒരു ദിവസം കർത്തമേശ എടുത്തില്ല, രണ്ടാമത്തെ ദിവസം നിനക്ക് എടുക്കാൻ പറ്റത്തില്ല, മൂന്നാമത്തെ ദിവസം നിന്നെ അതിൽ നിന്ന് മാറ്റും. ഹല്ലേലൂയ. ഈ ആത്മാവ് നിന്നെ ധരിച്ച് നടത്തി നിനക്കൊരു കുറ്റബോധത്തിന്റെ ഒരു ചിന്ത വരും. നീ ചെന്ന് പാപം ഏറ്റുപറഞ്ഞു ഹല്ലേലൂയ മാനസാന്തരപ്പെടാനായിട്ടൊരു അവസരം. അല്ലാതെ ഇതിൽ തുടരരുത്, ഇതിൽ തുടർന്നു കൊണ്ടേയിരിക്കരുത്, ഇതിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എട്ടാമത്തെ പെട്ടെന്ന് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ we think that God will not judge us. ഒരിക്കലും നമ്മളെ കർത്താവ് ജഡ്ജ് ചെയ്യാൻ പോകും. പിന്നെ അതിൽ പ്രൈസൊക്കെ ഉപദേശിമാരുടെ മക്കൾ, ഈ ഉപദേശിമാരുടെ മക്കളില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഉപദേശിമാരുടെ മക്കളൊക്കെ വിചാരിക്കുന്നുണ്ടെന്ന്. പക്ഷെ പ്രൈസൊക്കെ എന്തായാലും ഒത്തിരി വലിയ പാരമ്പര്യം പറയുന്നു. കർത്താവ് നമ്മളെന്നും ജഡ്ജ് ചെയ്യും, നമ്മളെ കർത്താവ് നീതിമാനായിരിക്കും, നമ്മളെന്നും ജഡ്ജ് ചെയ്യാൻ എത്രയോ പാപികളുണ്ട്. IS-കാരെ ചിലപ്പം ജഡ്ജ് ചെയ്യുമായിരിക്കും. അതിനൊക്കെയാ കർത്താവ് വരാൻ പോകുന്നത് എന്നാ നമ്മുടെ വിചാരം. ഏതാ IS? ഇസ്ലാമിക് സ്റ്റേറ്റ്. അയ്യോ അവരുടെയൊക്കെ ക്രൂരത കണ്ടു കഴിഞ്ഞാൽ അതിലും വലിയ ക്രൂരത നമ്മൾ കാണിക്കുന്നുണ്ടോ? വരുന്ന നമ്മളോടാ തന്നെ പറയാം അല്ലേ? അതിലും വലിയ ക്രൂരത നമ്മൾ തന്നെ കാണിക്കുന്നുണ്ട്. സഹോദരൻ നിസാരനെണ്ണിയാൽ അഗ്നിനരകത്തിന് യോഗ്യം. പിന്നെ IS-കാരനെ പിടിക്കുമോ നമ്മളെ പിടിക്കുമോ? ഏറെ അറിഞ്ഞവന് അപ്പൊ നിനക്കാ കൂടുതൽ പ്രശ്നം വരാൻ പോകും. ഹല്ലേലൂയ. അല്ലാതെ IS-കാരനെ ചിലപ്പോ കർത്താവ് വിചാരിക്കും. പൗലോസപ്പോസ്തലൻ ഇതും കൂടെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ? ഞാൻ നിയമം അറിഞ്ഞതുകൊണ്ട് പാപത്തെ നീയാ നിയമം അറിഞ്ഞത്, പാപം നിനക്കാണ്. IS-കാരൻ ചിലപ്പം ആ ഒരു കരുണ വെച്ചിട്ട് കർത്താവ് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഇല്ല പറഞ്ഞ പോലെ ചേരിയില്ല വല്ലതും ഇട്ടേക്കാം. അല്ല നിനക്ക് ചേരി കിട്ടുമെന്ന് നീ ശുദ്ധനും ശുഭ്രാനും ആയ ഹല്ലേലൂയ നിനക്ക് കർത്താവ് സ്വർഗത്തിൽ പോകും, സാൽവേഷൻ കിട്ടും. ഇപ്പൊ അറിഞ്ഞു പോയത് പ്രശ്നമൊന്നും പറഞ്ഞ അറിഞ്ഞു പോയത് പ്രശ്നം തന്നെ, അറിഞ്ഞത് പ്രശ്നം തന്നെ. ഹല്ലേലൂയ. ചൊവ്വേ നേരെ ജീവിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ IS-കാരന് കിട്ടുന്നതിനെക്കാട്ടി കടുത്ത ശിക്ഷ നമുക്ക് കിട്ടും. ഹല്ലേലൂയ. We think that God will not judge us. ഒമ്പതാമത്തെ ഭാഗം വിദ്യ man more than God. ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ ഭയപ്പെടുകയാണ്. അങ്ങനല്ലേ കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ സഹോദരങ്ങളെയോ മാതാപിതാക്കളെയോ എല്ലാം വിടാനാ പറഞ്ഞു. ഇപ്പൊ നമ്മൾ അതിന്റെ പുറകെ ഓട്ടം. എന്റെ അപ്പൻ എന്തെങ്കിലും എന്നോട് പറയും, എന്റെ അമ്മ എന്നോട് എന്തെങ്കിലും പറയും, എന്റെ സഹോദരങ്ങളെല്ലാം വലിയ വലിയ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെയാ, അവരുടെ അടുത്ത് ഞാൻ എന്തോ പറയും. ദൈവത്തെ കാട്ടിക്കൂടുതൽ മനുഷ്യനെ പേടിപ്പിച്ചു. ഇങ്ങനെയായ നിനക്ക് മാനസാന്തരം ഒരു കാലത്ത് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. മാനസാന്തരത്തിലേക്ക് വരിക. ഹല്ലേലൂയ. അതിന്റെ റോഡ് ബ്ലോക്ക്
ദൈവത്തെ കാട്ടി കൂടുതൽ മനുഷ്യനെ ശങ്കിക്കുക, പേടിക്കുക. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 4-5 ഭാഗം ഇങ്ങനെ പറയുന്നത്, എന്നാൽ എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. അയ്യോ, ഇതിനു വേണ്ടിയാ നമ്മളുടെ എല്ലാം പേടി. ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ, പിന്നെ അവൻ ഒന്നും ചെയ്യാൻ പറ്റും. അത്രയും പേരെ നീ നന്നായിട്ടുണ്ടോ? ദീർഘായുസ്സ്, എവർലാസ്റ്റിംഗ് ലൈഫ് കിട്ടാൻ പോകും. ഇവനെ ഭയപ്പെട്ട് ഇവന്റെ കൂടെ നിന്ന് അവന് സ്തുതി ഹല്ലേലൂയ എല്ലാം പാടിക്കൊണ്ട് നടന്ന ഇവിടം കൊണ്ട് തീരും. അത്ര സന്തോഷം വേണം. അവനെ സൂക്ഷിച്ച് ഇവിടം വരെ ജീവിക്കും. പിന്നെ കിട്ടാൻ പോകുന്ന നിത്യം ഇതിലേത് വേണം തീരുമാനിക്കും. ഹല്ലേലൂയ. എന്നാൽ എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൊന്നിട്ട് നരകം രണ്ടും കിട്ടും. കൊല്ലുകയും ചെയ്യും, നരകത്തിൽ വിടും. മറ്റവൻ കൊല്ലത്തേ ഉള്ളൂ. പിന്നെ എങ്ങോട്ട് പോകുന്നു അവന് യാതൊരു പിടിയില്ല. അവന് പിടി നഷ്ടപ്പെട്ടു. മനസ്സിലായോ? കൊന്നു കഴിഞ്ഞാൽ അവന്റെ പിടി പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ പിടിയുള്ളത് കർത്താവിന്. ഇത് രണ്ടും ചെയ്യുവാൻ ശേഷിയുള്ള ഒരു തമ്പുരാൻ. കൊല്ലുകയും ചെയ്യും, അയക്കേണ്ടത് അയക്കുകയും ചെയ്യും. ഇതിലേത് വേണം ചൂസ് ചെയ്യണം. ആ ദൈവത്തെയാണോ ഭയപ്പെടേണ്ടത്, അതോ കൊല്ലുന്നത് വരെ ഹല്ലേലൂയ കഴിവ് കാണിക്കുന്ന ഒരു മനുഷ്യനെയാണോ പേടിക്കുന്നത്? ഹല്ലേലൂയ. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടും. അതെ, അവനെ ഭയപ്പെടുവില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ എപ്പോഴും രണ്ട് പ്രാവശ്യം ഇതുപോലെ ആവർത്തിച്ചു കഴിഞ്ഞു അതിന് ഭയങ്കര പവറുണ്ട്. ഹല്ലേലൂയ. ആ വാക്യം ഇരുന്ന് ചിന്തിക്കണം. അതിനുവേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയും ശേഷിയുള്ളത് അവനെ കേട്ടോ. ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ പേടിക്കും. ഹല്ലേലൂയ. 10ാമത്തെ റോഡ്, we love the world more than we love God. ദൈവത്തെക്കാൾ കൂടുതൽ ലോകത്തെ സ്നേഹിക്കുക. ഹല്ലേലൂയ. ഒന്ന് യോഹന്നാൻ 2:15 വായിക്കാം. ഹല്ലേലൂയ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ഹല്ലേലൂയ. ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ മാനസാന്തരം നിനക്ക് കണി പോലും കിട്ടത്തില്ല. ലോകത്തെയും ലോകത്തിലുള്ളതും സ്നേഹിക്കാൻ പോകരുത്. അതിവിടെ വെച്ച് അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലയോ, പിന്നെ അടുത്ത വീട്ടുകാരൻ ജാഗ്വാർ എടുത്താൽ ഞാൻ അതിനെക്കാട്ടി കൂടുതൽ ഫെറാറി എടുക്കണമെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു ചിന്ത. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് മാനസാന്തരം ഉണ്ടാകും. കർത്താവിന്റെ മാനസാന്തരത്തിലേക്ക് പ്രവേശിക്കാൻ ലോക സ്നേഹം നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് തരും. നീ ഒരു വലിയ റേസർ ആണെങ്കിൽ കർത്താവ് ചിലപ്പോൾ ഫെറാറി അല്ല, അതിലും വലിയ റേസിംഗ് കാർ നിനക്ക് തരും. സ്വത്രം അതിന്റെ പിന്നാലെ പോയി അതിനെ സ്നേഹിച്ച് നിന്റെ രക്ഷ നഷ്ടപ്പെടുത്തി കളയും. 2 Corinthians 7:11 ദൈവികത പ്രകാരം ദുഃഖം, എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം. അത് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരാം. 7ാം വാക്യമാണ്, 7ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചാല് അതിനകത്തിലെ മാനസാന്തരത്തിന്റെ വിഷയം വന്നപ്പോഴേ ഇത്രയും റോഡ് ബ്ലോക്ക് ഞാൻ പറഞ്ഞു. ഇനിയുള്ളത് 7:11 മുതലുള്ള ഭാഗം. അത് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ഈ പൗലോസപ്പുസ്തകത്തിൽ ഇതെല്ലാം കൂടെ എന്തുവാ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണല്ല, അത് പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലേ. എത്ര ഇതെല്ലാം ഉണ്ടായപ്പോ എന്താ ചെയ്തു? മേലെ കയറ്റി വായിച്ചേ പെട്ടെന്ന്. അല്ലല്ല മേളില് 9-10 ഭാഗങ്ങളൊക്കെ. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിനും ഛേദം വരാതെ വണ്ണം ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരുത്താതെ മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. അപ്പൊ ഈ മാനസാന്തരം ഉണ്ടായപ്പോ അവർക്കുണ്ടായ ചില കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. അവർക്ക് മാനസാന്തരത്തിന്റെ റോഡ് ബ്ലോക്സ് ഞാൻ പറഞ്ഞു അല്ലേ. നമ്മള് ഓരോ കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ പിന്നെ വീട്ടിൽ പോയി ചിന്തിക്കാൻ. അത് കഴിഞ്ഞിട്ട് പറയുക ഈ കൊരിന്ത് സഭയ്ക്ക് ചില കാര്യങ്ങൾ ഉണ്ടായി, അതൊക്കെ എഴുതിയിരിക്കുന്നു. ദൈവഹിത പ്രകാരം നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും.
എന്തൊക്കെയാണെന്നറിയാമോ? ദൈവികത പ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം, എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, ഒരുപാട് ഉത്സാഹം നിങ്ങൾക്കുണ്ടാക്കും. എത്ര പ്രതിവാദം, പ്രതിവാദം അതെന്നാണ് ആർഗ്യുമെന്റ്, അത് പാടില്ലെന്നല്ലേ. പിന്നെന്താ ഇത്? പ്രതിവാദം. ഹല്ലേലൂയ. അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം. അതിനകത്തില് ഇച്ചിരി കുരുത്തം കേട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരന് വേണ്ടിയുള്ള പ്രതിവാദമാണ് നടക്കുന്നത്. അപ്പൊ ഇവരുടെ ഭാഗം ഇവരെ വിശദീകരിച്ച് പൗലോസ് അപ്പോസ്തലനോട് പറയുക, ഞങ്ങള് അയ്യോ തെറ്റൊന്നും ചെയ്തില്ല, ഞങ്ങൾ അവരുടെ ഭാഗം ന്യായീകരിക്കത്തില്ലേ. അതാണ് എത്ര പ്രതിവാദം എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധം വീണു. ബോധം വന്നിട്ട് പറയുന്ന അവരുടെ സ്റ്റാൻഡ് അവർ ക്ലിയർ ആക്കുക. എന്താ പറയാ, എത്ര ഉത്സാഹം ഉണ്ടായി, എത്ര പ്രതിവാദം എന്ന് പറഞ്ഞാൽ ഉത്സാഹം ഉണ്ടായത് എന്തിനാന്ന് വെച്ചാൽ ആ ചർച്ചിന് ഒരു മര്യാദ ഉണ്ടാവാൻ വേണ്ടി കുറെ ക്രമീകരണങ്ങൾ വരുത്താൻ വലിയ ഉത്സാഹം അവർ കാണിച്ചു. അതാണ്. പിന്നെ പ്രതിവാദം. പിന്നെന്തുവാ? നീരസം. എത്ര നീരസം. ആ നീരസം വല്ലതും പാടുണ്ടോ? ചർച്ചിന് നീരസം വല്ലതും പാടുണ്ടോ? ഒരു നീരസം പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ എഴുതിയിരിക്കുന്ന ഇൻഡിഗ്നേഷൻ ഈ ന്യൂ ടെസ്റ്റമെന്റിലെ ഇവിടെ മാത്രമേ ആ പദം ഉപയോഗിച്ചിട്ടുള്ളൂ. ഗ്രീക്ക് പദം ഇൻഡിഗ്നേഷൻ. തേർഡ് എവിഡൻസ് ആണ് അവർക്കുണ്ടായത്. ഈ മാനസാന്തരം ഉണ്ടായപ്പോ ഇൻഡിഗ്നേഷൻ ഉണ്ടായി. ഹല്ലേലൂയ. എന്തുകൊണ്ട് മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? എത്ര നീരസം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 7:12 ഇങ്ങനെ 2 കൊരിന്ത്യർ 2:6 ആ നീരസം എന്തുവാന്ന് എഴുതിയിട്ടുണ്ട്. എന്തുവാ? 2 കൊരിന്ത്യർ 2:6. അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോ. അതുകൊണ്ട് അതങ്ങ് വിശദീകരിച്ചേക്കണം. ഈ ശിക്ഷ മതി. അപ്പൊ എന്താണ്? അവന് ഭൂരിപക്ഷത്താലുണ്ടായ ഈ ശിക്ഷ മതി. ഒരു കുരുത്തം കെട്ടവൻ അവിടെ ഉണ്ട് അല്ലേ? അവനോടുള്ള നീരസം ഉളവായി അവരുടെ ജീവിതത്തിൽ, ആ സഭയിൽ നീരസം ഉളവായി. അല്ലാതെ അത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നീരസപ്പെടാൻ നമുക്കൊന്നും ആവശ്യമില്ല. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ടുള്ള പിന്നെന്താ എനിക്ക് നീരസപ്പെട്ടാൽ അല്ലേ? നീരസപ്പെടാൻ പാടില്ല. കുരുത്തം കെട്ടവന്റെ അടുത്ത് നീരസപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായോ? ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 7:12 അത് ഒന്നുകൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്ത നിമിത്തമല്ല, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവയുടെ ഉത്സാഹം. അന്യായം ചെയ്തവൻ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അന്യായം ചെയ്തവൻ ആ ചർച്ചിൽ ആരാധിക്കുന്നുണ്ട്. അവനോടുള്ള നീരസം വലുതായി. ഹല്ലേലൂയ. അതുണ്ടായി. ഇതുവരെ എന്തുവായിരുന്നു? എല്ലാവരും പോട്ടെ, കുഴപ്പമില്ല, അവന്റെ ദശാംശം കിട്ടുമല്ലോ, അവനും പോരട്ടെ, എല്ലാവരും പോരട്ടെ. ഏത് കുരുത്തം കെട്ടവനായാലും അവന് ഒരുവിധമായ ശിക്ഷണ നടപടിയും ഇല്ലാതെ ആ ചർച്ച മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. വലിയ ഉപ്പുവാന്ന് വിചാരിച്ചു. അവൻ വലിയ പ്രമാണിയായിരുന്നു. അങ്ങനെ പറയുന്നു. അവൻ പ്രമാണിയായതുകൊണ്ട് അവൻ കാണിച്ച വൃത്തികേട്, അവന് 1-2 ഭാര്യമാരുടെ കാര്യമൊക്കെ പറയുന്ന ആ ഭാഗത്ത്. അവനതെല്ലാം കൊണ്ട് സന്തോഷിച്ച് ജീവിക്കുക. അവൻ ചർച്ചിലും വരുന്നുണ്ട്, ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്, സ്വത്രകാഴ്ച എടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്. ഇവന്റെ ഈ നീരസം അവൻ അന്ന് വരെ തോന്നിയിട്ടില്ല. ഇതെപ്പോഴാ തോന്നിയത്? പൗലോസ് അപ്പോസ്തലൻ ഹാർഷ് ലെറ്റർ എഴുതി അവന്റെ ഹൃദയം മാനസാന്തരപ്പെട്ടു. ഇങ്ങനെ മാനസാന്തരം ഉണ്ടായ ചിലതൊക്കെ നിനക്ക് തോന്നും. അതിനെ നീരസം എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അതുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ശിക്ഷണ നടപടികൾ കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ആ ക്യാൻസറിനെ വെച്ചുകൊണ്ടിരുന്നാൽ ഇവനെന്തോ തൈലക്കാരന്റെ തൈലം മൊത്തം കേടാക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? തൈലക്കാരന്റെ തൈല കേടാക്കും. ചത്ത ഈച്ച, അങ്ങനെയുള്ള ചത്ത ഈച്ചയൊക്കെ മര്യാദ പഠിപ്പിക്കണം. ഹല്ലേലൂയ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നീരസം. എത്ര നീരസം. പിന്നെ എന്തോ എത്ര ഭയം. അയ്യോ, ഭയം വീരത്തോളവര് ഭയമുള്ളവർ സ്വർഗ്ഗരാജ്യത്തിൽ പോവോ? ഇല്ല. ഭയമുള്ളവർ സ്വർഗ്ഗരാജ്യത്തിൽ പോകുന്നതാണ് എഴുതിയിരിക്കുന്നത്. ഭയം ഒരു കേടായിട്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റിൽ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അല്ലേ? ഭയം പാടില്ല. എന്ത് ഭയമാണ് അവർക്കുണ്ടായത്? ഹല്ലേലൂയ. മാനസാന്തരം വന്നപ്പോൾ ഭയമുണ്ടായി ദൈവത്തോടെ. അയ്യോ, ഇവനെ കൂട്ടിയിരുത്തിയാൽ, ഇവനുമായിട്ട് ആഹാരം കഴിച്ചാൽ പാടില്ല. അതാണ് അവർ പറയുന്നത്. ആ ഭയമുളവായി. മാനസാന്തരം വന്നാൽ ഭയമുളവാണ്. ദൈവത്തോടുള്ള ഭയം കൂടും. ആ ഭയം അവിടെ എഴുതിയിരിക്കുന്നു. ആ ഭയം കൂടണം. മാനസാന്തരം വന്നാൽ ഭയം കൂടണം. ദൈവത്തോടുള്ള ഭയം കൂടണം. റെവറൻസ് കൂടണം. ഹല്ലേലൂയ. എത്ര വാഞ്ച. എത്ര വാഞ്ച. അത് മേളിൽ എഴുതിയിട്ടുണ്ട്. എത്ര വാഞ്ച. അല്ലാതെ ഫിയർ. അതാണ് നമ്മൾ കാണുന്നത്. ലോങ്ങിങ്. എത്ര വാഞ്ച. 7:7 ഒന്ന് വായിച്ചു.
അവന്റെ വരവിനാൽ മാത്രമല്ല അവന് നിങ്ങളെക്കൊണ്ട് ലഭിച്ച ആശ്വാസത്താൽ കൂടെ അപ്പൊ അവിടെ വാഞ്ച ഉണ്ടായി. വാഞ്ച ഉണ്ടായി. ഈ അനുതാപം വന്നാൽ ദൈവദാസന്മാരെ കാണാനും ദൈവവചനം കേൾക്കാനൊക്കെ ഉള്ള വാഞ്ച കൂടും. ലോങ്ങി ആ വാഞ്ച കൂടും. അങ്ങനെ നിങ്ങൾക്കുണ്ടാവുമ്പോ അതിനെയാണ് മാനസാന്തരത്തിന്റെ ഫലം എന്നൊക്കെ പറയുന്നത്. മാനസാന്തരം നിനക്ക് വന്നതിന്റെ തെളിവ് ഒരടയാളം. ആ എവിഡൻസ് ആണ് ലോങ്ങിങ്. സിക്സ്ത് എവിഡൻസ്. പിന്നെന്തോ എഴുതിയിരിക്കുന്നത്? എത്ര എരിവ് അവന്റെ വരവിനാൽ മാത്രമല്ല അവനെ നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു. 7:7 പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്തോ ഉണ്ടായി? എന്നോടൊരു കൺസേൺ ഉണ്ടായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. 7ാമത്തെ എവിഡൻസ് എന്തുവാ? എത്ര പ്രതികാരം. അയ്യോ, അത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗം അല്ലെ. പ്രതികാരം ഉണ്ടാക്കുന്നു. പ്രതികാരം വരും. നമുക്ക് പാടണം, വിശ്വാസം ചെയ്ത് പാടണം. റെഡിനെസ് ടു സീ ജസ്റ്റിസ്. റെഡിനെസ് ടു സീ ജസ്റ്റിസ് എന്നുള്ള അതിന്റെ അർത്ഥം. ഇംഗ്ലീഷ് നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒന്ന് വായിച്ചു ഇംഗ്ലീഷ്. 2 കൊരിന്ത്യർ 7:11 അവസാനത്തെ വാക്ക്. എത്ര പ്രതികാരം എന്നുള്ളത്, എത്ര എരിവ്. 7:11 വായിച്ചു. 2 കൊരിന്ത്യർ 7:11. For before this same thing that ye sorrowed after a godly sort, what carefulness it wrought in you, ye what clearing of yourself, ye what indignation, ye what fear, ye what vehement desire, ye what zeal, ye what revenge, what all things. Oh, that translation is wrong. Revenge. What no? Eh? വായിച്ചു. What? വായിച്ചു. See what God did with the sadness of your soul alone. Sadness of your how earnest it has made you, how eager to prove your innocence, such indignation, such alarm, such feelings, such devotion, such readiness to punish. Hallelujah. അമ്മമാരുടെ ജീവിതത്തില് ഒരു ഉശിരുണ്ടായി. എന്തുവാ? ഇവനെ സഭയെ വെച്ചോണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ കേട്ടോ. അവരെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഒന്ന് ഉപദേശിച്ചൊക്കെ കുളപ്പെടുത്താമെന്ന് നോക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നേ, അങ്ങനെയുണ്ട് വചനത്തിൽ. അപ്പൊ അവരെ ഉപദേശിക്കണം. കുറെ ഉപദേശിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു വിടണമെന്ന് പറയുന്നിരിക്കുന്നു. മനസ്സിലായോ? അപ്പം readiness to see justice അത് ഉണ്ടാകും. മാനസാന്തരമാണ്. സഭയ്ക്ക് മാനസാന്തരം വന്നാൽ എന്തോ ഉണ്ടാകും? ദോഷം ചെയ്തു സഭയ്ക്ക് ക്യാൻസർ ആയിട്ടുള്ളവർ അവനെ പണിഷ് ഞെക്കിപ്പിഴിഞ്ഞവന്റെ അവന്റെ ഹല്ലേലൂയ മുറിവ് ഇല്ലാതെ പഴുപ്പ് മൊത്തം ഞെക്കിയെടുത്ത് പുറത്ത് കളയും. ഹല്ലേലൂയ. അതുണ്ടാകും. നിനക്ക് മാനസാന്തരമാണ്. സഭയ്ക്ക് അങ്ങനെയുള്ള മാനസാന്തരത്തിലേക്ക് ഈ സഭ നയിക്കപ്പെടട്ടെ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. വചനങ്ങൾ ആദ്യം